കർത്താവിന് നന്ദി പറയാം. ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ഈ ആലയത്തിലെ എല്ലാ മേഖലകളിലേക്കും ഈശോയെ ഇപ്പോൾ നിൻ്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിന്നൊഴുകി എല്ലായിടങ്ങളിലേക്കും നിറയണമേ. ആമേൻ, 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 ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ വചന പഠനത്തിലേക്ക് കടക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഓരോ ശുശ്രൂഷയിലും ഓരോ ആരാധനയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ദൈവം നയിക്കുന്നത് എന്നുള്ളത്. നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 39 അധ്യായം എടുക്കാം. പ്രഭാഷകൻ 39. പ്രഭാഷകൻ 39 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിരുത്തി വായിക്കാം. പ്രഭാഷകൻ 39 1 മുതൽ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ താൽപ്പര്യം പ്രദർശിപ്പിക്കുകയും, അതായത് നമുക്ക് ഉണ്ടാവേണ്ട, അതായത് ഇപ്പോൾ ഈ വചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, കർത്താവ് എനിക്ക് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യം തരണം. നിങ്ങൾ നോക്കിയത്, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യം തരണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒരു കാര്യം നമ്മൾ കർത്താവിനോടൊന്ന് ചോദിക്കേണ്ടത്. ദൈവം എനിക്ക് അത്യുന്നതൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ എനിക്ക് താല്പര്യം തരണം. ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ താല്പര്യം. ആമേൻ കേട്ടില്ല? ആമേൻ കേട്ട്. താല്പര്യം ഉണ്ടോ? അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഈ ആലയത്തിലേക്ക് വരുമ്പോഴും നിങ്ങളെപ്പോഴും ഇനിയുള്ള കാലത്ത് എപ്പോഴും ഹൃദയത്തിലുണ്ടാവേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്. മനസ്സിലായോ? അതായത് ഒരു പ്രാർത്ഥന ഇന്ന് രാവിലെ ചൊല്ലിയൊരു പ്രാർത്ഥന ഞാൻ പറയാം. ഒരു നല്ല പ്രാർത്ഥനയാണ്. വേറൊരു പ്രാർത്ഥന എന്തെന്നറിയാം? കർത്താവേ, എനിക്ക് ദോഷമായിട്ടുള്ളതെല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ, എനിക്ക് നന്മയായിട്ടുള്ളതെല്ലാം എനിക്ക് തരണമേ എന്ന് പറഞ്ഞേ. എനിക്ക് ദോഷമായിട്ടുള്ളതെല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ, എനിക്ക് നന്മയായിട്ടുള്ളതെല്ലാം എനിക്ക് തരണമേ. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് ദോഷമായിട്ടുള്ളതെല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ, എനിക്ക് നന്മയായിട്ടുള്ളതെല്ലാം എനിക്ക് തരണമേ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നന്മയായിട്ടുള്ള ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസറ്റ്, ആസ്തി, ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആസ്തിയാണ് ദൈവത്തിൻ്റെ വചനത്തോടുള്ള ദാഹം. മനസ്സിലാവുന്നോ? അതായത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കിട്ടേണ്ട കൃപകളിലൊന്നാണ് ദൈവവചനത്തോടുള്ള ദാഹം. ആ ദാഹം ഉണ്ടോയെന്ന് എങ്ങനെ അറിയാം? പെട്ടെന്നൊരു കാര്യം ഞാൻ പറയാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. വേഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അതായത് എങ്ങനെയാണ് ഈ ദാഹം ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഈ ദാഹം ഉണ്ടോയെന്ന് അറിയുന്നത്, അതായത് ഒരു 10 മിനിറ്റ് കിട്ടിയാൽ നിങ്ങൾ ബൈബിൾ തുറക്കാൻ തോന്നുമോ, മൊബൈൽ എടുക്കാൻ തോന്നുമോ? ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ദാഹം ഉണ്ടോ ഇല്ല എന്നറിയാവുന്നത്. അതായത് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇൻ്റർവെല് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാനാണോ തോന്നുന്നത്, അതോ മൊബൈൽ എടുത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് നോക്കാനാണോ തോന്നുന്നത്? ഇതിൽ നിന്നറിയാം. വേറെ ഒരു ടെസ്റ്റും ഇല്ല. നിങ്ങൾക്ക് ഈ മൊബൈൽ മാറ്റി വെച്ചിട്ട് ബൈബിൾ നോക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തറിയാം, ഈ 2 തരം ചിന്തകൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതെല്ലാം വെളിപ്പെടുത്തലുകളാണ്. 2 തരം ചിന്തകൾ ഒരുപോലെ നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദൈവ പൈതലിൽ 2 സ്ട്രീം ഓഫ് തോട്ട്സ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. വെളിപ്പെടുത്തലാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നതല്ല, ഇത് ആത്മാവെന്ന് പറയാൻ ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ 2 സ്ട്രീം ഓഫ് തോട്ട് ഉണ്ട്, 2 ചിന്തകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്ട്രീം ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം ഇങ്ങനെ ഉദാഹരണമാണേ, ഞാനിപ്പോൾ ഈ ക്യാമറയെ നോക്കുമ്പോൾ അത് ഗുഡ്നസ് ടിവിയുടെ ക്യാമറയാണ്. അത് ഞാൻ കാണുന്നു. പെട്ടെന്ന് ഞാൻ ഗുഡ്നസ് ടിവിയിൽ എനിക്ക് പരിചയമുള്ള അച്ഛനെ ഓർക്കുന്നു. പിന്നെ അച്ഛനോട് സംസാരിച്ചത് ഓർക്കുന്നു. സംസാരിച്ചത് ചിലപ്പോൾ
പിന്നെ ചാലക്കുടി വെച്ചാണെങ്കിൽ ചാലക്കുടി ഓർക്കുന്നു, ചാലക്കുടി ഓർക്കുമ്പോൾ പോൾസൻ ചേട്ടൻ്റെ വീട് ഓർക്കുന്നു, പോൾസൻ ചേട്ടൻ്റെ വീട് ഓർക്കുമ്പോൾ വൈഫിന് സുഖമില്ലെന്ന് ഓർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അന്നേരമാണ് അവിടെ തന്നെയുള്ള വേറൊരു രോഗി ഓർക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ സ്ട്രീം ഓഫ് തോട്ട്. ഇങ്ങനെയാണ് നമ്മൾ ചിന്ത പോകുന്നത്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു, ഇങ്ങനെയാണ് നിങ്ങൾ ഒരു 2 മിനിറ്റ് ഇരുന്ന് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ചാൽ, ഞാൻ നോക്കാറുണ്ട് അങ്ങനെ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ മൂവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച്. അതായത് നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകും. എങ്ങനെയാണ്? ഇതാണ് സ്ട്രീം ഓഫ് തോട്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. മാനുഷികമായ ചിന്തയുടെ ഈ സ്ട്രീം, ഈ സരണി, ഈ വഴി, ഈ സ്ട്രീം, ഇതെല്ലാവർക്കും ഉണ്ട്. ഒരു ദൈവ പൈതലിന് വേറൊരു സ്ട്രീം ഓഫ് തോട്ടും ഉണ്ട്. ഒരു ദൈവത്തിൻ്റെ മകന്, വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മനുഷ്യർക്കില്ലാത്ത വേറൊരു സ്ട്രീം ഓഫ് തോട്ടും ഉണ്ട്. ഒരേ സമയത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഒരേ സമയത്ത് 2 സ്ട്രീമുണ്ട്. രണ്ടാമത്തെ സ്ട്രീം കർത്താവിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും. വേറൊരു സ്ട്രീമുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അത് ശരിക്കും ഒരു വീണ്ടും ജനന അനുഭവമുള്ള, ആത്മാവിൻ്റെ പരിശുദ്ധാത്മ പെന്തക്കോസ്ത അനുഭവമുള്ളൊരു വ്യക്തിക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെങ്ങനെയെന്നറിയാമോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾ ദൈവോപചാരത്തോടെ ആരംഭിക്കും. അവിടം തൊട്ട് തുടങ്ങും. അവിടം തൊട്ട് ഇപ്പോൾ രാവിലെ ഒരാൾ ബൈബിൾ വായിക്കാമെന്ന് വെച്ചോ, ബൈബിൾ വായിക്കുമ്പോൾ അയാൾക്ക് ഒരു ധ്യാനം കിട്ടി. അപ്പോൾ ആ ധ്യാനം അതുമായി ബന്ധപ്പെട്ട, നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ഇത് അറിയില്ല, ഇതുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെ സ്ട്രീമായിട്ട് പൊക്കൊണ്ടിരിക്കും. ഒരു ദൈവ മനുഷ്യൻ ലൗകിക ചിന്തകൾ അയാൾക്ക്, ശ്രദ്ധിക്കണേ, അതായത് ലോക കാര്യങ്ങൾ അതിലേർപ്പെടാത്ത നിമിഷങ്ങളിൽ മുഴുവൻ ഈ സ്ട്രീമിലേക്ക് തിരിച്ചു വരും. മനസ്സിലായില്ല? അതായത് ആദ്യത്തെ സ്ട്രീം മനസ്സിലായല്ലോ, മനുഷ്യൻ്റെ ചിന്ത, ഇതെല്ലാവർക്കും ഉണ്ട്. അപ്പം ഇതില്ലാത്ത സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രീ ആയി, എനിക്ക് 5 മിനിറ്റ് ഫ്രീ ഉണ്ട്, ഞാൻ പോയിരിക്കുന്ന സമയത്ത് ഉടനെ ലോകത്തിൻ്റെ ചിന്തയല്ല വരുന്നത്. ദൈവവൈതലിന് ഇയാളെ പഴയ ദൈവചിന്തയിലേക്ക് തിരിച്ചു വരും. ദൈവത്തിൻ്റെ സ്ട്രീം ഓഫ് തോട്ടിലേക്ക് വരും. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇൻസൈറ്റുകൾ കിട്ടൂ, വെളിപ്പെടുത്തലുകൾ കിട്ടൂ. അല്ലാത്ത ഒരു മനുഷ്യനും, നമ്മൾ വിചാരിക്കുന്നത് എന്താ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനല്ല, ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതായത് എനിക്ക് ഇന്ന് 1:30 15 മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ദൈവം സംസാരിച്ചു എന്നല്ല, ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നതിലേക്ക് ഞാൻ 1:30 പോയെന്നാണ് അർത്ഥം. വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്ട്രീം ഓഫ് തോട്ട് വരണമെങ്കിൽ നമ്മൾ ദൈവവചനം എപ്പോഴും ഹൃദയത്തിലുണ്ടാവണം. വചനം ഹൃദയത്തിലുള്ളവർക്ക് ദൈവത്തിൻ്റെ ചിന്താധാര ഇടമുറിയാതെ ഇങ്ങനെ ഉള്ളിൽ പൊക്കൊണ്ടേയിരിക്കും. ഏത് സാഹചര്യത്തിലും നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഇൻസൈറ്റ് ദൈവം തന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. പെട്ടെന്നാണ് ചില സന്ദർഭങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആലോചിക്കാൻ സമയമില്ല. ക്വിക്ക് ഡിസിഷനാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വില ഉണ്ടാവും. ആ സമയത്ത് ആലോചിക്കാനൊന്നും നേരമില്ല. അപ്പം ദൈവത്തിൽ നിന്ന് സ്വരം കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങളിങ്ങനെ ലോക മനുഷ്യരായിട്ട് ചിന്തിച്ച് ജീവിക്കാനല്ല, നിങ്ങൾക്കൊരു ദൈവിക ചിന്തയുടെ ഒരു സ്ട്രീം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ ഒരു ദാഹം ഉണ്ടാവണം. ഒരു മിനിറ്റ് കിട്ടിയാൽ ഉടനെ ഈ പഴയതിലേക്ക് തിരിച്ചു വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. അതായത് ബ്രെയിൻ റീവയറിങ് എന്നൊരു പരിപാടിയുണ്ട്. റീവയറിങ് ദ ബ്രെയിൻ. എന്താണ് റീവയറിങ് ദ ബ്രെയിൻ? ബ്രെയിനിനെ റീവയർ ചെയ്യുക. വയർ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? വീട് വയറിങ് ചെയ്യാൻ ആൾ വന്നെന്നൊക്കെ പറയത്തില്ലേ? വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തലയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ ഇത് വയർ ചെയ്ത് കിടക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ ഒരാളെന്നെ തല്ലാൻ വന്നെന്ന് വിചാരിക്കുക. ഒരാളെന്നെ തല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് എനിക്കുണ്ടാവുന്ന എന്താണ്? അരിശം ഉണ്ടായി. എനിക്ക് തല്ലാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 തെറി പറഞ്ഞു. തല്ലാൻ പറ്റില്ല, 2 തെറി പറഞ്ഞു. അയാൾ പോയി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ അരിശം, അയാൾ എന്നോട് അത് പറഞ്ഞതിനെക്കുറിച്ചുള്ള അരിശം ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്.
ആ അരിശം ഞാനിങ്ങനെ ഉള്ളിലിട്ട് പിന്നെ അയാളെ കാണുമ്പോഴല്ല ഈ അരിശം എനിക്ക് വരികയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ വയറ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ ബ്രെയിനിനെ റീവയർ ചെയ്താൽ, നിങ്ങളൊരു ദൈവവൈദ്യനാണെങ്കിൽ, നിങ്ങൾ ബ്രെയിനിനെ റീവയർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സാധാരണ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചീത്ത വിളിച്ചു, ബേബിച്ചേട്ടനെ ചീത്ത വിളിച്ചു, അല്ല ഞാൻ ചീത്ത വിളിച്ചു, വഴക്കായി. അപ്പോൾ എന്താ, എനിക്ക് അരിശമായി. ഞാൻ ഈ അരിശവും കൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല. എന്തു ചെയ്യും? ഞാനത് കർത്താവിൻ്റെ അടുത്ത് പോയി എടുത്ത് വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് അതിനെക്കുറിച്ച് ആലോചിക്കും. ദൈവസന്നിധി വെച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ ദൈവം എനിക്ക് പറഞ്ഞു തരും. മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധി വെക്കുമ്പോൾ ദൈവം പറയും, എന്താ ഇതിനകത്ത് നീ പറഞ്ഞ തെറ്റാണ്, ഇങ്ങനല്ലായിരുന്നു നീ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടത്. മാത്രമല്ല, ഒരു അപമാനം വന്നാൽ ഏറ്റെടുക്കാനുള്ള ഒരു എളിമ നിനക്കുണ്ടാവണം. അത് പരിശീലിപ്പിക്കാനാണ് ഞാൻ ഈ അപമാനം നിനക്ക് അയച്ചത് എന്നൊക്കെ ദൈവം പറയുമ്പോൾ നമ്മൾ ശാന്തമായി. അതിലൂടെ നമ്മൾ ലെസൺസ് പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ 11ാമത്തെ പ്രാവശ്യം ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അരിശം ഉണ്ടാവത്തില്ല. കാരണം ബ്രെയിൻ റീവയർഡായി. മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാ. ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ പ്രതികരിക്കുന്ന രീതികൾക്ക് മാറ്റം വരും. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാതെ, ഇപ്പോൾ പെരുമാറുന്ന പോലെ ആയിരിക്കത്തില്ല നാളെ പെരുമാറുന്നത്. ബ്രെയിൻ റീവയർ ചെയ്താൽ, ബ്രെയിൻ റീവയർ ചെയ്യാൻ ലോകത്തൊരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവവചനം ആവർത്തിക്കുക. ദൈവം എന്താണോ പറയുന്നത് അത് സബ് കോൺഷ്യസിൻ്റെ ഭാഗമാക്കുക. അതുകൊണ്ട് ജോഷുവയെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് ദൈവം ജോഷുവയോട് പറഞ്ഞിരുന്നു, മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെയും ഉണ്ടായിരിക്കും. പക്ഷെ അതിന് നീ ഒരു കാര്യം ചെയ്യണം. 1:7 വായിച്ചേ. 1:7. ജോഷുവ 1:7. വേഗം വായിക്കണേ. ജോഷുവ 1:7. ജോഷുവ 1:7 വായിച്ചോ, ഉറക്കെ വായിച്ചോ, കിട്ടിയവര്. എൻ്റെ ദാസനായ, കേട്ടിട്ടില്ല, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം. 6 വായിച്ച. 6 ആറാമത്തെ വാക്യം. 5 വായിച്ച. 5 എന്താണ്? നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ മോശയോടുകൂടെ എന്ന പോലെ ഞാൻ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. അല്ലേ? അടുത്ത വാക്യം. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ഈ ജനത്തിന് നൽകുമെന്ന്. 5 മുതൽ ഒന്നുകൂടെ വായിച്ച. 5 മുതൽ. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഞാൻ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടില്ല. ആമേൻ പറ. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. 8ാമത്തെ വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പ്രോമിസസ് എല്ലാം നടക്കണമെങ്കിൽ എന്നെ ശ്രദ്ധിക്കാമോ? 1 സെക്കൻഡ്. ഇടം വല്ലം ശ്രദ്ധ മാറല്ലേ. എന്താ പറഞ്ഞ ഇതാണ്. അതായത് മോശയ്ക്കോട് ഞാൻ പറഞ്ഞ, മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മോശയുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സാധാരണമായൊരു സാന്നിധ്യമല്ലത്. മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. 1. 2ാമത്തേത്, ഞാൻ നിന്നെ അഭിവൃദ്ധി. അങ്ങനെ ഒരു വാക്യം കണ്ടായിരുന്നോ? എന്താണ്? വിജയം അല്ലേ? അതായത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും.
മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഉദ്യമങ്ങളെല്ലാം വിജയം വരിക്കും. അപ്പം നീ അതിനെന്താ ചെയ്യണ്ടേ? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ, ശ്രദ്ധിച്ച, എവിടെ ഉണ്ടായിരിക്കണം? ഒന്ന്. അപ്പോൾ ബൈബിള് എപ്പോഴും അധരത്തിൽ ഉണ്ടായിരിക്കണം. അധരത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവവചനങ്ങൾ നമ്മൾ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. വചനം റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ദൈവമനുഷ്യൻ്റെ കരുത്ത് അവിടെ വരാൻ പോണേ. വചനം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? എന്തെങ്കിലുമൊക്കെ വചനം എടുത്തിട്ട് ആവർത്തിക്കണം. ശക്തനും ധീരനുമായിരിക്കണം, പരിഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആവർത്തിക്കണം. അപ്പം എന്തെന്നറിയാമോ? ഒരുപാട് പേർക്ക് അവരുടെ ബ്രെയിനിൻ്റെ പ്രശ്നം, ആ ബ്രെയിൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരു വിജയം ഉണ്ടാവാൻ പോണില്ല, നീ രക്ഷപ്പെടില്ല, നിനക്കിത് ശരിയാവില്ല, കഴിഞ്ഞ ബിസിനസ് തകർന്ന പോലെ തന്നെ നിൻ്റെ ഈ ബിസിനസ്സും തകരും. ഇതാരാ പറയുന്നത്? സാത്താനല്ല, ഇത് അവരുടെ ചിന്തകൾ അവരോട് പറയുന്നതാണ്. ഇതിനെ റീവെയർ ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ വചനകത്ത് സബ് കോൺഷ്യസിൽ കയറണം. എന്താ? മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം. മനസ്സിലായോ? നീ സാധിക്കുന്ന ഏത് കാര്യവും, നീ വിചാരിക്കുന്ന ഏത് കാര്യവും, നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും വചനമാണ്. സാധിച്ച് കിട്ടും, വചനം പറയുക. നിൻ്റെ പ്രവൃത്തികളെല്ലാം സഫലമാകും, വചനം പറയുക. നിനക്ക് ശുഭകരമായ ഭാവി ഉണ്ടാവും, വചനം പറയുകയാണ്, അല്ലേ? വചനം പറയുകയാണ്. നിൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയം വരിക്കും. അപ്പം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ 33 ദിവസം മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വചനങ്ങൾ ഒന്ന് ആവർത്തിച്ച് നോക്ക്. ആവർത്തിച്ചാൽ തന്നെ, ഞാൻ ഓർക്കാറുണ്ട്, എനിക്ക് വലിയ ഭയം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പേടിയാണ് എനിക്ക്. പേടി എന്ന് പറഞ്ഞാൽ അസാധാരണമായ പേടിയായിരുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, എനിക്ക് നിങ്ങളിൽ ഒരുപാട് പേരെക്കാളും ധൈര്യമുണ്ട്. ഇപ്പോൾ ഭയങ്കര ധൈര്യമുണ്ട്, ഏത് കാര്യത്തിനും ധൈര്യമുണ്ട്, ഒരു പരിഭ്രമമില്ല. അത് ഞാൻ നേടിയെടുത്തതല്ല, അത് ഞാൻ നിരന്തരമായി വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബ്രെയിൻ റീവയേർഡ് ആയതാണ്. എൻ്റെ ബ്രെയിനിൻ്റെ റീവയറിങ് നടന്നു, ഞാൻ പോലും അറിഞ്ഞില്ല. എനിക്ക് ധൈര്യമായി. അപ്പോൾ അതുകൊണ്ടാണ് ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തെന്താണ്? അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ഒന്ന് പറയണം, രണ്ട് പാലിക്കണം. രണ്ടാമത്തേത്, ബൈബിളിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ നിയമം, ദൈവവചനം പഠിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വായിക്കാൻ വേണ്ടിയിട്ടല്ല, പാലിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? ഒരു വചനം വായിച്ചാൽ ആ വചനം പാലിക്കാൻ ശ്രദ്ധിക്കണം. വചനം പവറാവുന്ന എപ്പോഴാണെന്നാണ് പറയുന്നത്? പറഞ്ഞാൽ മാത്രം പവറാവില്ല, പാലിച്ചാൽ പിന്നെ ആ വചനം പറയുമ്പോൾ പവറായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കിട്ടിയില്ല. ഒരു വചനം പറഞ്ഞാൽ മാത്രം, പറഞ്ഞാൽ ധാരണകൾ മാറും. പക്ഷെ ഈ വചനം പവറാവണമെങ്കിൽ ഈ വചനം പാലിച്ചിട്ട് പറഞ്ഞാൽ പവറാവും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് 50,000 രൂപ കട്ടെടുക്കാൻ, 50,000 രൂപ മോഷ്ടിക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആരും അറിയത്തില്ല. അപ്പോൾ ആ പിശാച് കൊണ്ടിരുന്ന പ്രലോഭനത്തെ നിങ്ങൾ അതിജീവിച്ചാൽ, നിങ്ങളൊരു വചനം പാലിക്കുകയാണ്. ഏത് വചന? മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുതെന്നുള്ള ആ വചനം പാലിക്കുകയാണ്. ആ വചനം പാലിച്ചിട്ട് 50,000 രൂപ എടുക്കാതെ ആ വചനം പാലിച്ചിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ മോഷ്ടിക്കരുതെന്ന് പറയുമ്പോൾ കള്ളന്മാരായ ആളുകൾ ഇത് കേട്ടാൽ അവരിലേക്ക് മോഷ്ടിക്കാതിരിക്കാനുള്ളൊരാഗ്രഹം ഈ വചനത്തിലൂടെ വരും. വരുന്ന എപ്പോഴാ? ചുമ്മാ ഒരാൾ പറയുമ്പോഴല്ല, ഇത് പാലിച്ചിട്ട്, അല്ലെ പാലിക്കാൻ പരിശ്രമിച്ചിട്ട് ഒരു വ്യക്തി പറയുമ്പോൾ വചനത്തിന് 10 ഇരട്ടി പവറാവും. പറഞ്ഞ ഹല്ലേലൂയ. കാരണം വചനം അത് ഏറ്റെടുത്തവനും ജീവിതത്തിൽ വില കൊടുത്തവനുമാണ് പറയുന്നത്.
രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അടുത്തത്, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. മൂന്നാമത്തെ കാര്യം. അപ്പോൾ പറയണം, പാലിക്കണം, ധ്യാനിക്കണം. മൂന്നാമത്തെ കാര്യം അതാണ്. ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വചനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഉള്ളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചില വചനങ്ങളുടെ നുവാൻസസ്, ധ്വനികൾ മനസ്സിലാവുന്നത് ഒറ്റ വായനയെ മനസ്സിലാവില്ല. 10 പ്രാവശ്യം അത് നിങ്ങളുടെ മനസ്സിൽ 10 തവണ വന്നാൽ നിങ്ങൾ കാണാത്ത ഒരു അർത്ഥം ആ വചനത്തിന് കിട്ടും. കാണാത്ത ഒരു ശക്തി ആ വചനത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം അതാണ്. വി നീഡ് ടു റിപ്പീറ്റ് ദ വേഴ്സസ് ഫ്രം ദ ബൈബിൾ. ആവർത്തിക്കണം. അതാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. ദിവസത്തിൽ പല പ്രാവശ്യം രാവിലെ വായിച്ച വചനം മനസ്സിലേക്ക് കൊണ്ടുവരണം, ധ്യാനിക്കണം. എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ 3 കാര്യങ്ങൾ പറയാം. അതായത് വചനം ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ദിവസത്തിൽ പല പ്രാവശ്യം ഈ വചനം ഓർക്കണം. ഒന്ന്, ധ്യാനിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ദിവസത്തിൽ പല പ്രാവശ്യം ഈ വചനം എഴുതി വെക്ക്. ഇതൊക്കെ മറന്നു പോകത്തില്ലേ? കേൾക്കുമ്പോൾ എല്ലാം അറിയാൻ തോന്നും. നാളെ ചോദിച്ചാൽ ഒന്നും അറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ദിവസത്തിൽ വചനം ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ അതിന് 3 കാര്യം ചെയ്യണം. ഒന്ന് എന്തൊക്കെയാ? ദിവസത്തിൽ പല പ്രാവശ്യം ഈ വചനം ഓർക്കണം, ഒന്ന്. രണ്ടാമത്തേത്, കർത്താവിൻ്റെ അടുത്ത് ഈ വചനം പ്രാർത്ഥനയാക്കി മാറ്റണം. അതെങ്ങനെയാ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്? ഉദാഹരണത്തിന്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ ആദരത്തിലുണ്ടായിരിക്കണം. ഈ വചനമാണ് രാവിലെ വായിച്ചതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 5 മണിക്കും ഒക്കെ ഈ വചനം ഓർക്കണം. നിങ്ങൾ ചത്തിരിക്കുവാണോ? ജീവനുണ്ടോ? ഓക്കെ, ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്നാ ഒന്ന് പ്രതികരിക്കേ. അതായത് പല പ്രാവശ്യം ഈ വചനം ഒന്ന് ഓർക്കണം. ഒന്ന്, നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയൂ നിങ്ങൾക്കത് മനസ്സിലായെന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ അപ്പോൾ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും എൻ്റെ ആദരത്തിലുണ്ടായിരിക്കണം എന്ന് പറയുന്ന വചനം എങ്ങനെയാണ് പ്രാർത്ഥനയൊക്കെ മാറ്റുന്നത്? ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും എൻ്റെ ആദരത്തിലുണ്ടാവാൻ എന്നെ സഹായിക്കണേ. അപ്പോൾ അത് വചനം എന്താക്കി? പ്രാർത്ഥനയാക്കി. 2. മൂന്നാമത്തേത്, കർത്താവിനോട് ചോദിക്കണം, ദൈവമേ, ഈ വചനം ഞാൻ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്ന് ചോദിക്കണം. അപ്പോൾ കർത്താവ് പറയും, അതിന് നീ എല്ലാ ദിവസവും ഒരു 2 വചനം വെച്ച് കാണാതെ പഠിച്ചിട്ട് ഉരുവിടാൻ പറയും. അപ്പോൾ ആ വചനത്തിൽ നിന്നൊരു എക്സസൈസ് ഉണ്ടായി, ഒരു പാലനത്തിനൊരു സാധനം ഉണ്ടായി. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ദൈവവചനം നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങും. നിങ്ങൾ 50 പേജ് ബൈബിള് വായിച്ചു ഇല്ലയോ എന്നുള്ളല്ലോ ഇവിടുത്തെ വിഷയം. വായിച്ച എത്ര എണ്ണം ഓർത്തു, പ്രാർത്ഥിച്ചു, പാലിച്ചു? ധ്യാനിച്ചതിൻ്റെ 3 തലമാണ്. എന്താണ്? ഓർത്തു, പ്രാർത്ഥിച്ചു. ഇനി 4ആയിട്ട് പറയാം. ഓർത്തു, പറഞ്ഞു, പ്രാർത്ഥിച്ചു, പാലിച്ചു. ഓർത്തു, പറഞ്ഞു, പ്രാർത്ഥിച്ചു, പാലിച്ചു. ഇങ്ങനെ ഈ 4 തലങ്ങളിൽ വചനം കൊണ്ടു കിടന്നാൽ ഈ വചനം വലിയ ശക്തിയായിട്ട് മാറും. അതാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കണം. ഇനി പ്രഭാഷകൻ 39 തിരിച്ചു വാ. ജോഷുവയിൽ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതിനെക്കുറിച്ച്, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഇനി പ്രഭാഷകൻ 39 തിരിച്ചു വരിക. ഉറക്കെ വായിക്കണം. പ്രഭാഷകൻ 39. അത്യുന്നതൻ്റെ, ഈ സ്വരം പോരാ, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അവൻ വചന പഠനത്തിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് കണ്ടോ? ഇനി ഇതിൻ്റെ ഫലമാണ്. അവൻ മഹാന്മാരെ സേവിക്കും, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയും. സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ
താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അത്യുന്നതൻ്റെ മുമ്പിൽ. 9-ാമത്തെ വാക്യം വായിച്ചു. 9, അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും, അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. മനസ്സിലായോ? ഇതൊക്കെ ആർക്കാണ്? അത്യുന്നതൻ്റെ വചനം പഠിക്കാൻ താല്പര്യമുള്ളവൻ. ഒറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഇന്ന് വരെ ബൈബിൾ വായനയെ താല്പര്യമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളോട് പറയുന്നു, ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും അല്പസമയം വായിച്ച് ധ്യാനിക്കാൻ പരിശ്രമിച്ചാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതിക ആത്മീക നിലവാരം വളരെ ഗണ്യമായി വളരും. ഹല്ലേലൂയ. ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു ഉദാസീനത ഇനി കാണിക്കരുത്. വളരെ ശ്രദ്ധയോടെ വചനം പഠിക്കണം. ഇത്രയും മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം പഠിക്കാൻ നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട്, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു അരമണിക്കൂർ ദിവസം ബൈബിൾ വായിക്കാനോ പഠിക്കാനോ ചെലവഴിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലും എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ അനുഗ്രഹിക്കപ്പെടാതെ പോയിട്ടില്ല. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ അത്രയും ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്. അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയോ, ഇത്രയും കാലം 20 കൊല്ലമായി ഞാൻ ബൈബിൾ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുകയാണ്, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ദൈവവചനം വില കൊടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും, അതായത് നിങ്ങൾക്ക് 100-ൽ 100% ഫലം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളൊരു കാര്യം നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഇതാ വചനവായന, പ്രാർത്ഥന. ഇതൊക്കെ ഒരിക്കലും അതിന് ഫലമില്ലാതെ പോകത്തില്ല. താൽക്കാലികമായിട്ട് നമ്മൾ ചിലപ്പോൾ ഓർക്കും, എന്തുണ്ടായി, എന്ത് കിട്ടി. ലോങ് റണ്ണിൽ നിങ്ങൾ ഈ മൗണ്ട് കാർമലിൽ ഒരിക്കലും മുടങ്ങാതെ വരുന്ന ആളുകളോട് ആരോടെങ്കിലും ചോദിച്ചോ, നിങ്ങൾ എന്തേ മുടങ്ങാതെ വരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, അതായത് ദൈവവചനം പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അനുഗ്രഹം ഉണ്ടായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ദൈവഭക്തരല്ല. ഇപ്പോൾ ഒരു അമ്മയോട് ഇരിപ്പുണ്ടെന്ന് ഞാൻ ആത്മാവിൽ കണ്ടിട്ട് ഞാൻ പറയട്ടെ. ഒരമ്മ, ആ അമ്മയുടെ വീട്ടിൽ ആരുമില്ല വേറെ ദൈവത്തെ അന്വേഷിക്കുന്നവർ. ആ കുടുംബത്തിൽ ചില തകർച്ചയും പ്രയാസം ഉണ്ടായിട്ട് ആ അമ്മ ഇന്ന് വിഷമിച്ച് ഇവിടെ വന്നതാണ്. ഞാൻ പറയട്ടെ ആ അമ്മയോട്, അമ്മേ വേറെ ആരും വേണ്ട, അമ്മ ദൈവവചനത്തിന് വില കൊടുക്ക്, നിന്റെ തലമുറ അന്യം നിന്ന് പോവത്തില്ല. ഹല്ലേലൂയാ. അതായത് ഇതിന് ഒരു മാറ്റമില്ല. ഇത് ആരുടെയും വ്യക്തിപരമായ മനുഷ്യൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുള്ള കാര്യങ്ങളല്ലിത്. ദൈവം തമ്പുരാൻ അരുളി ചെയ്ത വാക്കുകളെ ഒരു മനുഷ്യ വ്യക്തി വിലമതിച്ചാൽ അവനതിന് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഹല്ലേലൂയാ. അതിന് ഒരു 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 മൈന്യൂട്ട് എക്സെപ്ഷൻ അതിനില്ല. അതിന് മാത്രം എക്സെപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ആലയത്തിൽ ദൈവവചനം പഠിപ്പിക്കാൻ നിരന്തരം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു പഠനത്തിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക മാത്രമല്ല, ഞാൻ ഇന്നലെ മുഴുവൻ പകൽ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ മുഴുവൻ ദൈവം എനിക്ക് അവസരം തന്നു, എപ്പോഴും കിട്ടുന്നതല്ല. അപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു, ദൈവമേ ഈ സെക്കൻഡ് സാറ്റർഡേയിൽ ഇനിയിപ്പോൾ എന്താ എടുക്കണ്ടേ അല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തലേ കിടന്നുള്ള കുഴപ്പം, അത് 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 പറയാം, ഇത് പറയാം, ഇങ്ങനെ തോന്നും. അപ്പോൾ ദൈവം ഒരു സ്വരം തരാം. അപ്പോൾ അങ്ങനെ ദൈവം എനിക്ക് തന്ന ഒരു ബോധ്യത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുകയാണ്, നമുക്ക് മത്തായി നമ്മൾ പഠിച്ചു, മർക്കോസും പഠിച്ചു, യോഹന്നാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ശാലോമിലൂടെ. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ലൂക്കായാണ്. ഇപ്പോൾ ലൂക്ക പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പസ്തോല പ്രവർത്തനം പഠിപ്പിക്കാമെന്ന് ചിന്തിച്ചാണ്. പക്ഷേ അപ്പസ്തോല പ്രവർത്തനം പഠിക്കണമെങ്കിൽ ആദ്യം ലൂക്ക പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ലൂക്കായുടെ സുവിശേഷം പഠിക്കാം. ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയട്ടെ, എനിക്ക് യോഹന്നാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായി ആത്മീയ വളർച്ച തന്ന, ആത്മീയ അനുഭവം തന്ന ഒരു സുവിശേഷ പഠനമാണ് ലൂക്കായുടെ സുവിശേഷം പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വന്നു എന്നത് ഞാനൊരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിട്ടയായിട്ട് ലൂക്കായുടെ സുവിശേഷം പഠിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ ആദ്യം 2-3 കാര്യങ്ങൾ. ആരാണ് ലൂക്ക? ഒന്നാമത്തെ കാര്യം, ലൂക്ക പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ യാത്ര ചെയ്ത
സഹയാത്രികരിൽ ഒരാളായിരുന്നു. പൗലോസ് അപ്പസ്തോലൻ്റെ കൂടെ, നിങ്ങൾ എഴുതി വെക്കണേ ഇതല്ലാവേ, പൗലോസ് അപ്പസ്തോലൻ്റെ സഹകാരിയായിരുന്നു ലൂക്ക. അപ്പസ്തോലനായ പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേലയിൽ സഹകരിച്ച് യാത്ര ചെയ്ത ആളായിരുന്നു ആര്? ലൂക്ക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച അപ്പസ്തോല പ്രവർത്തനം 16 എടുത്തേ. അപ്പസ്തോല പ്രവർത്തനം 16 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16 6 മുതൽ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ, ശ്രദ്ധിക്കുക, ഇത് ആരെങ്കിലും ഒരാൾ എഴുതിയതാണല്ലോ ഈ പുസ്തകം. ആരാ ഇത് എഴുതിയേ? ഈ അപ്പസ്തോല പ്രവർത്തനം എഴുതിയത് ആരാ? ലൂക്കായാണ്. അപ്പസ്തോല പ്രവർത്തനം എഴുതിയ ലൂക്ക ഇവിടം വരെ പറയുന്നത് അവർ എന്നാണ്. അവർ എന്ന് പറഞ്ഞാൽ പൗലോസും കൂട്ടുകാരും. വായിച്ചേ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ, ശ്രദ്ധിക്ക്, ലൂക്ക എഴുതുകയാണ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ മീസിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. ലൂക്ക പറയാണ് അവർ എന്ന് പറഞ്ഞാൽ പൗലോസും കൂട്ടുകാരും. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിന്, അതും തേർഡ് പേഴ്സണാണ്, മറ്റൊരാളെ കുറിച്ച് പറയാണ്, പൗലോസിന് ഒരു ദർശനം ഉണ്ടായി. ഇനി 10 വായിച്ചേ. 10 മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം, ഇവിടെ മുതൽ സബ്ജക്റ്റ് മാറുകയാണ്. ഇത്രയും നേരം അവരെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇനി മുതൽ ലൂക്ക പറയുന്നത് ഞങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ലൂക്ക പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി മുതൽ ലൂക്ക പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ യാത്ര ചെയ്ത് ഈ ലൂക്കായെക്കുറിച്ച് പൗലോസ് പറഞ്ഞ മനോഹരമായ ഒരു അഭിനന്ദനം കൊളോസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലുണ്ട്. അതൊന്ന് എടുക്കാം. ലൂക്കായെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു അഭിനന്ദനം കൊളോസോസ് 4 ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഒരു മിനിറ്റ് 8-ാമത്തെ വാക്യമല്ല, അതായത് നിങ്ങൾ ഓക്കെ, 4-ാം അധ്യായത്തിൻ്റെ ദൈവരാജ്യം 14, 4-ാം അധ്യായത്തിൻ്റെ 14. നമ്മുടെ പ്രിയങ്കരനായ ഭിഷഗ്വരൻ ലൂക്ക എന്ന് പറഞ്ഞാൽ ലൂക്ക ആരാണ്? അവിടെ ഡോക്ടറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, ലൂക്ക അപ്പസ്തോലനായ പൗലോസിൻ്റെ സഹകാരി മാത്രമല്ല, ഡോക്ടറും കൂടാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു ഡോക്ടറെ കൊണ്ടാണ് ദൈവം കന്യകാ ജനനം എഴുതിപ്പിക്കുന്നത്. ഡോക്ടർ സാറിന് എഴുതുമോ അത്? കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു എന്ന് സാധാരണ MBBS ഒക്കെ പഠിച്ചൊരു ഡോക്ടർ എഴുതാൻ സാധ്യതയില്ല. പക്ഷേ കന്യകാ ജനനത്തെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച്, അത്ഭുത രോഗശാന്തി, ഡോക്ടർ മരുന്ന് കൊടുത്ത് രോഗം മാറിയതല്ലേ പറയൂ. എന്നാൽ ലൂക്ക എന്ന ഡോക്ടറെ കൊണ്ട് പരിശുദ്ധാത്മാവ് അത്ഭുത രോഗശാന്തികളെക്കുറിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്ടറായിരുന്നു. 3-ാമതായിട്ട് ലൂക്കയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട അറിവ്, ലൂക്ക അന്ത്യോക്യായിൽ നിന്നുള്ള വിജാതീയനായിരുന്നു, യഹൂദനായിരുന്നില്ല. 3-ാമത്തെ ഇൻഫർമേഷൻ, ലൂക്ക അന്ത്യോക്യായിൽ നിന്നുള്ള ആരായിരുന്നു? നിങ്ങളിതൊക്കെ എഴുതുന്നുണ്ടോ? ലൂക്ക അന്ത്യോക്യായിൽ നിന്നുള്ള വിജാതീയനായിരുന്നു, യഹൂദൻ അല്ലായിരുന്നു. ഇത്ര 3 കാര്യങ്ങൾ ലൂക്കായെക്കുറിച്ച് അറിയുക. 1-ാമത്തെ കാര്യം, ലൂക്ക പൗലോസ് അപ്പോസ്തലൻ്റെ സഹയാത്രികനായിരുന്നു. 2-ാമത്തെ കാര്യം, ലൂക്ക ഡോക്ടറായിരുന്നു. 3-ാമത്തെ കാര്യം, ലൂക്ക അന്ത്യോക്യായിൽ നിന്നുള്ള യഹൂദനല്ലാത്ത വിജാതീയനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം, ലൂക്ക എഴുതുന്നത് വായിക്കാം. വേഗം എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ
അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ വചനം നമുക്ക് ഏൽപ്പിച്ച് തന്നത് രണ്ടു കൂട്ടം ആളുകളാണ്. ഒന്നുകിൽ നേരിട്ട് കണ്ടവർ, അല്ലെങ്കിൽ വചനത്തിൻ്റെ ശുശ്രൂഷകരാകാൻ ദൈവം വിളിച്ചവർ. പത്രോസ് ദൈവവചനമാകുന്ന യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ നേരിട്ട് കണ്ട ആളാണ്. പൗലോസ് ശുശ്രൂഷ കിട്ടിയ ആളാണ്. പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? വചനം പങ്കുവെക്കപ്പെടുന്നത് ദൃക്സാക്ഷികളിലൂടെയും ശുശ്രൂഷകരിലൂടെയുമാണ്. അവിടെ അല്ലേ ആ രണ്ട് വാക്കല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചായിരുന്നോ? ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരും. ശ്രദ്ധിക്കുക, അതായത് ദൈവവചനം നമുക്ക് രണ്ട് രീതിയിലാണ് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന്, രണ്ട് വിധത്തിൽ. ഒന്ന്, നമുക്ക് വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാവണം. വ്യക്തിപരമായ ദൈവാനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, നമ്മളത് ചെയ്യത്തില്ല. ദൈവാനുഭവം ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അല്ലാത്തവർ പറയില്ല. അല്ലാത്തവർ എന്തൊക്കെ പറയും? ഇന്നലെ കണ്ട സിനിമയുടെ കഥ പറയും, ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന സിനിമ എങ്ങനെയുള്ളതാണെന്ന് പറയും, ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താണെന്ന് പറയും. അത് നമ്മുടെ സംസാരം എല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങളായിരിക്കും അല്ലേ? പുതിയ റീൽ എന്താണെന്ന് പറയും, ആർക്കാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ എന്ന് പറയും, പുതിയ ഫുഡ് ചാനലിൽ വന്ന ഫുഡിൻ്റെ വീഡിയോയെക്കുറിച്ച് പറയും. അപ്പോൾ അതൊക്കെ പറയത്തുള്ളൂ. എന്നാൽ ദൈവവചനം പറയണമെങ്കിൽ ദൈവാനുഭവം ഉണ്ടാവണം. പിന്നെ രണ്ടാമതായിട്ട്, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും നിയമിച്ചിട്ടുണ്ട്. ഇല്ലേ? നിനക്കാ നിയോഗം ഉണ്ടോ? 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 എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഏൽപ്പിച്ച് തന്നവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലൂക്കായെപ്പോലുള്ള ആളുകൾ ഇത് നമുക്ക് കൈമാറി തന്നതുകൊണ്ടല്ലേ നമുക്കിത് വായിച്ച് പഠിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ അവർക്കിത് അറിയാതെ പോവും. അവർ ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അവരെന്ത് ചെയ്യും? അവസാനം അവർ നമ്മളെ കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്ത് ഇടുകയും ചെയ്യും. പിന്നെ അവർ ദൈവവിശ്വാസം ഇല്ലാത്തവരായിട്ട് മാറുകയും ചെയ്യും. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ലൂക്ക എന്ത് ചെയ്തു? ലൂക്ക പറയുകയാണ്, ഈ സുവിശേഷം പറഞ്ഞു കൊടുത്തത് വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ച് തന്നതാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്നേഹമുള്ളവൻ, അല്ലെങ്കിൽ ഒരു വാക്കിൽ പറഞ്ഞാൽ ദൈവസ്നേഹിതൻ. ആ വാക്കെന്ന് പറഞ്ഞേ, ദൈവസ്നേഹിതൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നേ ഉള്ളൂ. ഈ തെയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആളെ കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഈ തെയോഫിലോസ് ആരാണ്? നീയാണ്, 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 നമുക്ക് വേണ്ടി. അപ്പോൾ ഈ സുവിശേഷം ആർക്ക് വേണ്ടിയാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ലൂക്ക എഴുതിയതാണ് സുവിശേഷം. അല്ലയോ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതലേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ്. അപ്പോൾ ഈ ലൂക്ക ആരെയൊക്കെ കണ്ടിട്ടുണ്ടാവും? പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടാവും, ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ലൂക്ക ഇത് എഴുതണ്ടേ? ലൂക്ക മാതാവിനെ ചെന്ന് കണ്ടിട്ടുണ്ടാവും, പത്രോസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആരെയാ? പൗലോസൊക്കെ അവിടെ നിൽക്കട്ട് മറ്റ് അപ്പസ്തോലന്മാരുടെ അടുത്ത് പോയി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ മഗ്ദല മറിയത്തിൻ്റെ അടുത്തുനിന്ന്, മാർത്തയുടെ അടുത്തുനിന്ന്, മേരിയുടെ അടുത്തുനിന്ന്, പിന്നെ ആരാണ്? ക്ലയോപ്പാസിൻ്റെ അടുത്തുനിന്ന്, സക്കേവൂസിൻ്റെ അടുത്തുനിന്ന്, യോവാന്നയുടെ അടുത്തുനിന്ന്, യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ അടുത്തുനിന്ന്, യേശു വീട്ടിൽ വന്ന ആളുകളുടെ അടുത്തുനിന്ന് എല്ലാം. അതങ്ങനെ പറയുന്നത് നമ്മുടെ കൂട്ട് ഉഴപ്പി ആലോചിച്ചിരുന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു കാണുന്നല്ല. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം. അതുകൊണ്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ ലൂക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ഒരു വിശ്വാസിക്ക് ഏറ്റെടുക്കാം. കാരണം ലൂക്ക വില കൊടുത്ത് പരിശോധിച്ച് പരീക്ഷിച്ച് അറിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തി ചോദിച്ച്. അപ്പോൾ പരിശുദ്ധ അമ്മ നസറത്തിലായിരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ലൂക്ക എങ്ങനെ അറിഞ്ഞു? മാതാവ് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മളത് സംശയിക്കണോ? വേണ്ട. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. ലൂക്ക എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ചിട്ട് ഞാൻ നിനക്ക് എഴുതുകയാണ്. അത് നീ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശ്വസനീയമായ കാര്യങ്ങളാണെന്ന് നിനക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ.
അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ വായിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതിനകത്ത് അറിയാൻ. നമുക്ക് പതുക്കെ പതുക്കെ വായിക്കാം. ഹെറോദേസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. ശ്രദ്ധിച്ചിരിക്കുക, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. പഠനമാണ്, അതുകൊണ്ട് നല്ല പോലെ ശ്രദ്ധിച്ച് ഓരോ വാക്കും മനസ്സിലാക്കണം, എങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. ഹെറോദേസ്, ബൈബിളിൽ 3 ഹെറോദേസുമാരുണ്ട്. ബൈബിളിൽ എത്ര ഹെറോദേസ് ഉണ്ട്? 3 ഹെറോദേസുമാരുണ്ട്. എഴുതുക. ഒന്ന് മഹാനായ ഹെറോദേസ്, ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദേസ്. തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഒരു എളുപ്പവഴി പറയുകയാണ്. ഇങ്ങേരാണ് യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് കുട്ടികളെ കൊന്ന ഹെറോദേസ്. അപ്പോൾ ഈ ആരാണ് മഹാനായ ഹെറോദേസ്? കുഞ്ഞുങ്ങളെ, കുഞ്ഞിപ്പൈതങ്ങൾ. അതാരാ? ഈശോയുടെ കാലത്ത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ. ഈശോ ജനിച്ചെന്നറിഞ്ഞപ്പോൾ 2 വയസ്സ് മുതൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ അവരെ കൊന്ന ഹെറോദേസാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ഹെറോദേസ്, ഇയാളുടെ മകൻ, അയാളുടെ പേരാണ് അന്തിപ്പാസ്. എന്താണ്? അന്തിപ്പാസ്. ഹെറോദ് അന്തിപ്പാസ്. ഈ ഹെറോദിനെ തിരിച്ചറിയാൻ ഒരു എളുപ്പവഴി പറയുകയാണ്. 2 കാര്യങ്ങൾ. സ്നാപക യോഹന്നാനെ വധിച്ചതും യേശുവിനെ വിചാരണ ചെയ്തതും ആരാണ്? അന്തിപ്പാസാണ്. കേൾക്കുന്നുണ്ടോ? സ്നാപക യോഹന്നാനെ വധിച്ചതും യേശുവിനെ വിചാരണ ചെയ്തതും. ഹെറോദോസിൻ്റെ അടുത്തേക്ക് വിട്ടില്ലേ പീലാത്തോസ്? അയ്യോ, ഞാൻ ആരോടെ എഴുതുന്നുണ്ടല്ലേ? അയ്യോ, അതുകൊണ്ടാ. എഴുത്. രണ്ടാമത്തേത്, അതെനിക്ക് സന്തോഷമായി. അത് നിങ്ങൾ എഴുതുന്നോണ്ടാന്ന് പറഞ്ഞു. മഹാനായ ഹെറോദേസ്. രണ്ടാമതായിട്ട് അന്തിപ്പാസ്. അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ ഈ ഹെറോദേസിൻ്റെ മകനാണ്. സ്നാപക യോഹന്നാനെ കൊന്നതും യേശുവിനെ വിചാരണ ചെയ്തതും ഈ ഹെറോദേസാണ്. മൂന്നാമത്തെ ഹെറോദേസാണ് അഗ്രിപ്പ. ഹെറോദേസ്, ഹെറോദ് അഗ്രിപ്പ. മനസ്സിലാക്കാനുള്ള ക്ലൂ എന്താണ്? യാക്കോബ് ശ്ലീഹായെ വധിച്ചതും പൗലോസിനെ വിചാരണ ചെയ്തതും ഈ മൂന്നാമത്തെ ഹെറോദാണ്. യാക്കോബ്, അപ്പോസ്തലപ്രവർത്തനം 12. യാക്കോബിനെ വധിച്ചതും പൗലോസിനെ വിചാരണ, അഗ്രിപ്പ രാജാവേ എന്നൊക്കെ വിളിക്കുന്നില്ലേ പൗലോസ്, അത് ഈ മൂന്നാമത്തെ ഹെറോദ്. ഇത്രയും കിട്ടിയോ? അപ്പോൾ ബൈബിൾ പുതിയ നിയമം വായിക്കുമ്പോൾ 3 ഹെറോദുമാരെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഹെറോദേസാണ് മഹാനായ ഹെറോദേസ്. രണ്ടാമത്തേത് അന്തിപ്പാസ്. മൂന്നാമത്തേത് അഗ്രിപ്പ. മഹാനായ ഹെറോദേസ്, അന്തിപ്പാസ്, അഗ്രിപ്പ. മറക്കുവോ? ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്ന ലൂക്കാ പറയുന്ന ഹെറോദേസ് ആരാ? മഹാനായ ഹെറോദേസ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഞാൻ പറയുകയാണ്. ഇത് നമ്മൾ അറിയണം. ഇയാളെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അഗസ്റ്റസ് സീസർ, അന്നത്തെ റോമൻ ചക്രവർത്തി. അഗസ്റ്റസ് സീസർ, അന്നത്തെ റോമൻ ചക്രവർത്തി, ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെറോദിൻ്റെ മകനായിട്ട് ജനിക്കുന്നതിലും നല്ലത് ഹെറോദിൻ്റെ പന്നിയായിട്ട് ജനിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും അഗസ്റ്റസ് സീസർ അങ്ങനെ പറഞ്ഞത്? ഹെറോദേസ് പന്നികളോട് കാണിച്ച കാരുണ്യം പോലും മക്കളോട് കാണിച്ചിരുന്നില്ല. പറയാനുണ്ടായ കാരണം, ഈ ഹെറോദ് തൻ്റെ ഭാര്യയുടെ പേര് മിറിയം എന്ന പേരുള്ള തൻ്റെ ഭാര്യയെയും തൻ്റെ 2 ആൺമക്കളെയും കൊന്നുകളഞ്ഞ ആളാണ്. അധികാരത്തിന് ഭീഷണിയാകുമോ എന്ന് ഭയപ്പെട്ട് തൻ്റെ ഭാര്യയെയും മക്കളെയും പോലും കൊന്നുകളയാൻ മാത്രം മനസാക്ഷിയില്ലാത്തവനായിരുന്നു ഹെറോദേസ്. ഇത് കൂടാതെ തൻ്റെ അധികാരത്തിനെതിരെ നിന്ന 100 കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ദുഷ്പേരും ഈ ഹെറോദേസിനുണ്ട്. കൂടാതെ മരണസമയത്ത് യഹൂദന്മാർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ഭക്തരായ ഏതാണ്ട് 90ഓളം മനുഷ്യരെ ഇദ്ദേഹം തടവിലാക്കി, യഹൂദരെ, നല്ലവരെ. എന്നിട്ട് താൻ മരിക്കുന്ന സമയത്ത്
അവരെയും കൊല്ലണമെന്ന് ഉത്തരവിട്ടു. അവരെ ഓർത്ത് നാട് കരയുമ്പോൾ തന്നെ ഓർത്താണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത സൈക്കോപാത്തായിരുന്നു മഹാൻ എന്ന് വിളിക്കുന്ന ഈ ഹെറോദ്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ? ഇയാൾ കറക്റ്റ് സൈക്കോ ആയിരുന്നു. ആര്? ഹെറോദ്, മഹാനായ ഹെറോദ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് മത്തായി പറയുമ്പോൾ ഒരല്പം പോലും സംശയം വേണ്ട, അതിവൻ ചെയ്യും. അതുകൊണ്ട് ഈ ഹെറോദേസ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം BC 37 മുതൽ AD 37 മുതൽ BC 4 നൂറ്റാണ്ട് വരെ. AD അല്ല, BC, ക്രിസ്തുവിന് മുമ്പ് 37 ആണ്ട് മുതൽ 4 ആണ്ട് വരെ. BC 37 മുതൽ BC 4 വരെയായിരുന്നു ഈ ഹെറോദേസ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈശോ ജനിച്ചപ്പോൾ എപ്പോഴായിരിക്കും? BC 4 നൂറ്റാണ്ടിലാണ്. ഇപ്പോഴത്തെ ഒരു കാലഗണന അനുസരിച്ച് ഈശോ ജനിച്ചത് AD 1 BC 4 നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത് AD 33 AD 29. നിങ്ങളത് ഓർത്തിരിക്കണം. AD 29 യേശുവിൻ്റെ കുരിശുമരണം നടന്നത്. എന്തുകൊണ്ടാണത്? ആ കാലഗണന നമ്മൾ തീരുമാനിക്കുന്നത് ഹെറോദേസിൻ്റെ ഭരണകാലം വെച്ചിട്ടാണ്. ഹെറോദേസ് ഭരിച്ചത് BC 37 മുതൽ BC 37 മുതൽ BC 4 നൂറ്റാണ്ട് വരെ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? BC 37 മുതൽ BC 4 നൂറ്റാണ്ട് വരെ. ഇനി ഹെറോദേസിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട അടുത്ത ഒരു വിവരം. ഇയാളെക്കുറിച്ച് ഇതെല്ലാം എന്തിനാ അറിയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് അറിഞ്ഞാലേ സുവിശേഷം വായിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും വെളിച്ചം കിട്ടത്തുള്ളൂ. ഹെറോദേസിനെ കുറിച്ച് അറിയേണ്ട അടുത്ത കാര്യം, ഹെറോദേസ് യഹൂദനായിരുന്നില്ല. ഹെറോദേസ് ഏദോമ്യനായിരുന്നു. ഏദോമ്യൻ എന്ന് പറഞ്ഞാൽ ഏസാവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ഹെറോദിൻ്റെ അപ്പൻ. ഏസാവിൻ്റെ ഈ ഹെറോദിൻ്റെ അപ്പൻ്റെ പേരറിയാമോ? അന്തിപ്പാത്തർ എന്നാണ്. അന്തിപ്പാത്തർ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ ആൻറ്റിപാറ്റർ, ANTIPATER. ആരാണിത്? തന്തപ്പടി. ആരുടെ? ഹെറോദിൻ്റെ പിതാവിൻ്റെ പേരാണ് ആൻറ്റിപാറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ജൂലിയസ് സീസറുമായിട്ട്, റോമൻ ചക്രവർത്തിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഈ ആൻറ്റിപാറ്ററിന്. അങ്ങനെ ജൂലിയസ് സീസറിൻ്റെ കയ്യിൽ നിന്ന് മണിയടിച്ച് വാങ്ങിയ പാരിതോഷികമാണ് ഈ രാജസ്ഥാനം. മകൻ ഹെറോദ് ഈ ജൂലിയസ് സീസറിൻ്റെ കയ്യിൽ നിന്ന് ഈ യഹൂദന്മാരുടെ രാജാവെന്ന് പറയുന്ന പദവി വാങ്ങി. നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് കേട്ടുപോക്കോ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അന്ന് വരെ യഹൂദന്മാരെ ഭരിച്ചിരുന്നത് ഹാസ്മോണിയൻ എന്ന് പറയുന്ന ഒരു രാജവംശമായിരുന്നു. ഹാസ്മോണിയൻ രാജാവിനെ പരാജയപ്പെടുത്തിയാണ് ഈ മഹാനായ ഹെറോദേസ് രാജാവാകുന്നത്. ഇത്രയും കിട്ടിയോ? ഇത്ര അറിഞ്ഞാൽ മതി. ഇയാൾ യഹൂദനായിരുന്നില്ല, ഏദോമ്യനായിരുന്നു. അതിൻ്റെ അപകർഷതാബോധം ഇയാൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇൻഫീരിയോറിറ്റി. എന്താ? യഹൂദന്മാരുടെ രാജാവെന്നല്ലേ പറഞ്ഞുകൊണ്ട് നടക്കണേ, പക്ഷേ യഹൂദനല്ല. അതുകൊണ്ട് യഹൂദന്മാർക്കിടയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അയാൾ 3 കാര്യങ്ങൾ ചെയ്തു. യഹൂദന്മാർക്കിടയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അയാൾ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തെ കാര്യം, അയാൾ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവരുടെ പേരാണ് മെറിയം. അവരെയാണ് പിന്നെ ഭ്രാന്ത് മൂത്ത് കൊല്ലുന്നത്. മെറിയം ഒരു യഹൂദ സ്ത്രീയെ കല്യാണം കഴിച്ചു, ആദ്യത്തേത്. രണ്ടാമത്തേത്, അയാൾ താൻ യഹൂദന്മാരുടെ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണെന്ന് സ്വയം വിശ്വസിച്ചിട്ട് അയാളുടെ വസ്ത്രത്തിൽ അഭിഷിക്തൻ എന്നതിൻ്റെ ചുരുക്കപ്പേരായ X എന്ന് പറയുന്ന ലെറ്റർ തയ്ച്ചു വെച്ചിരുന്നു. യഹൂദന്മാർ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചിരുന്ന, വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഹെറോദേസ് തൻ്റെ വസ്ത്രത്തിൽ അഭിഷിക്തൻ, അനോയിൻറ്റഡ് ക്രൈസ്റ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരായ X എന്ന് പറയുന്ന അക്ഷരം തുന്നിച്ചേർത്ത് വെച്ചിരുന്നു. എന്തിനാണ്? ഞാൻ യഹൂദന്മാരുടെ. മൂന്നാമത്തേത്, അയാൾ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദേവാലയം നവീകരിക്കാൻ തുടങ്ങി. ഈ ദേവാലയ നവീകരണമാണ് ശിഷ്യന്മാർ യേശുവിനെ കാണിച്ചു കൊടുക്കത്തില്ലേ? നോക്കുക, ദേവാലയത്തിൻ്റെ നിർമ്മാണം ഈശോ പറഞ്ഞില്ലേ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. അപ്പോൾ ആ പള്ളി, അന്ന് ജെറുസലേം ദേവാലയം യേശുവിൻ്റെ കാലത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ആള് ഈ ഹെറോദേസാണ്. കാരണം എന്താ? യഹൂദന്മാരെ, നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? യഹൂദന്മാരെ
പ്രസാദിപ്പിക്കാൻ വേണ്ടി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഈ അങ്ങനെ പറയും. ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ ഹെറോദേസിനെ കുറിച്ച്? ഒരു പാരഗ്രാഫ്, 5 മാർക്കിന്റെ ചോദ്യം. ഹെറോദേസിനെ കുറിച്ച് 10 വാക്കിൽ കുറയാതെ എഴുതുക. എഴുതാവോ? അപ്പോൾ എഴുതാനുള്ള മെറ്റീരിയൽ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് മഹാനായ, ചരിത്രത്തിൽ ഇയാളെ മഹാൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും ആളാരാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഹെറോദിൻ്റെ മകനായിട്ട് ജനിക്കുന്നതിലും ഭേദം പന്നിയായിട്ട് ആരാ പറഞ്ഞേ? അന്നത്തെ ചക്രവർത്തി അഗസ്റ്റസ് സീസർ. ഇനി ഒരു വിവരം കൂടെ പറയാം. 5 മാർക്കിൻ്റെ ചോദ്യമല്ലേ? ഒരു കാര്യം കൂടെ എഴുതി. എന്താണ്? ഇദ്ദേഹം അഗസ്റ്റസ് സീസറിനെ ദൈവമായിട്ട് കണ്ട് അഗസ്റ്റസ് സീസറിന് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയാൻ, അഗസ്റ്റസ് സീസർ ഓൾറെഡി ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആര്? അഗസ്റ്റസ് സീസർ. ആ അഗസ്റ്റസ് സീസറിന് വേണ്ടി, കേൾക്കുന്നുണ്ടോ? അഗസ്റ്റസ് സീസർ സ്വയം വിശ്വസിച്ചിരുന്നത് ദൈവപുത്രൻ എന്നാണ്. അഗസ്റ്റസ് സീസർ, നിങ്ങൾ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ഡ്രാമയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ബ്രൂട്ടസും കാഷ്യസും ചേർന്നൊരു മാർച്ച് മാസം 14-ാം തീയതി റോമൻ സെനറ്റിൽ വെച്ച് പിന്നിൽ നിന്ന് കത്തി ആഴ്ത്തി ജൂലിയസ് സീസറിനെ കൊല്ലുമ്പോൾ യു ടു ബ്രൂട്ടസ് എന്നൊക്കെ ചോദിക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ആ ഐഡ്സ് ഓഫ് മാർച്ചിൽ മാർച്ച് 14-ന് ജൂലിയസ് സീസർ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർത്തു മകനായിരുന്നു അഗസ്റ്റസ് സീസർ. ഹിസ്റ്ററിക്ക് തോറ്റുപോയവരെല്ലാം ഇപ്പോൾ ഇരുന്ന് ഉറങ്ങും. ചരിത്ര കുതുകികളായ ആളുകൾ ഇപ്പോൾ ഇങ്ങനെ അലർട്ടാവും. അപ്പം അങ്ങനെ അഗസ്റ്റസ് സീസർ ജൂലിയസ് സീസറിൻ്റെ വളർത്തു മകനാണ്, അഡോപ്റ്റഡ് സൺ. ഒക്ടേവിയൻ എന്നായിരുന്നു അയാളുടെ പഴയ പേര്. അങ്ങനെ അഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞ അയാൾ രാജാവായി കഴിയുമ്പോൾ ആദ്യം ചെയ്തത് റോമൻ സെനറ്റ് കൂടി എവിടെ വെച്ചാണോ ജൂലിയസ് സീസറിനെ കൊന്നത് അവിടെ വെച്ചിട്ട് ജൂലിയസ് സീസറിനെ ദൈവമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ജൂലിയസ് സീസർ ആരാണ്? ദൈവം. അവർക്ക് അങ്ങനെ പറയുന്നതിന് അവർക്ക് റോമാക്കാർക്ക് ഒരു മടിയില്ല ഇങ്ങനെ മനുഷ്യരെ ദൈവമാക്കുന്നതിന്. അപ്പം അങ്ങനെ ദൈവമായി കഴിയുമ്പോൾ അപ്പൻ ദൈവമാണെങ്കിൽ അഗസ്റ്റസ് സീസർ ആരായിരിക്കും? ദൈവപുത്രനാണ് അല്ലേ? സൺ ഓഫ് ഗോഡ് എന്നാണ് അഗസ്റ്റസ് സീസർ സ്വയം വിളിച്ചിരുന്നത്, ദൈവപുത്രൻ. അപ്പോൾ ദൈവപുത്രനായ അഗസ്റ്റസ് സീസറിന് വേണ്ടി ഹെറോദേസ് 3 നഗരങ്ങൾ അമ്പലം പണിയാൻ വേണ്ടി, ക്ഷേത്രം പണിയാൻ വേണ്ടി വിട്ടുകൊടുത്തു. ആ 3 നഗരങ്ങളുടെ പേരാണ്: 1 കേസറിയ, 2 കേസറിയ ഫിലിപ്പി, 3 കേസറിയ മാരിടൈം. കേസറിയ 2 നിങ്ങൾക്കറിയാം, 3-ാമത്തെ അറിയാത്ത. കേസറിയ ഫിലിപ്പി, കേസറിയ മാരിടൈം. മാരിടൈം എന്ന് പറഞ്ഞാൽ നദീതീരത്തുള്ളതെന്നാണ് എൻ്റെ അർത്ഥം. മാരിടൈം, മറൈൻ എന്നൊക്കെ കേട്ടില്ലേ? മറൈൻ എഞ്ചിനീയർ എന്നൊക്കെ പറയും. മറൈൻ, മാരിടൈം, സമുദ്രതീരത്തുള്ള കേസറിയ. അപ്പോൾ ഏതൊക്കെയാണ്? അഗസ്റ്റസ് സീസറിനെ ദൈവപുത്രനായി ആരാധിക്കാൻ, ക്ഷേത്രം പണിയാൻ ഹെറോദേസ് കൊടുത്ത 3 നഗരങ്ങളുടെ പേരാണ് കേസറിയ ഫിലിപ്പി, കേസറിയ മാരിടൈം. ഈ കേസറിയ ഫിലിപ്പിയിലെ അഗസ്റ്റസ് സീസറിൻ്റെ, ദൈവപുത്രനെന്ന് വിശ്വസിച്ചിരുന്ന അഗസ്റ്റസ് സീസറിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പത്രോസിനെയും ശിഷ്യന്മാരെ നിർത്തിയിട്ടാണ് ഈശോ ചോദിച്ചത്, ഞാൻ ആരാണെന്ന്. അവിടാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. വാട്ട് ഈസ് അസംഷൻ? പുറകിലൊരു അമ്പലമുണ്ട്, ജീവനില്ലാത്ത ദൈവത്തിൻ്റെ പുത്രൻ്റെ. നീ ജീവനുള്ള, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? മടുത്തോ? മടുക്കരുത്, ഒന്നും ആയിട്ടില്ല. വടി വെട്ടാൻ പോയതേ ഉള്ളൂ. അടി തുടങ്ങുമ്പോൾ എന്നായിരിക്കും. അപ്പോൾ ഈ ഹെറോദേസ് ഉണ്ട്, ഒറ്റ വാക്ക് അരമണിക്കൂർ പോയി കിട്ടി. 37 BC മുതൽ 4 BC വരെ യൂദയ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹെറോദേസ്. വായിക്കാം. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന് പേരുള്ള ഉണ്ടായിരുന്നു. ഇനി എന്താണ് അബിയായുടെ ഗണം? അടുത്ത ഇൻഫർമേഷൻ. യഹൂദ പുരോഹിതന്മാരെ ശ്രദ്ധിക്ക്. അഹറോന്റെ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാരെ 24 ഗണങ്ങളായി തിരിച്ചിരുന്നു. എഴുതി വെക്ക്. ഇതൊക്കെ ലോകത്ത് എവിടുന്ന് കിട്ടും? വേറെ വല്ല ഡിക്ഷണറി എടുത്ത് വായിക്കണ്ടേ? ഇത് കിട്ടണമെങ്കിൽ എഴുതി വെക്ക്. പുരോഹിതന്മാരെ എത്ര ഗണങ്ങളായി തിരിച്ചിരുന്നു? 24. 24 ഗണങ്ങൾ. ഇങ്ങനെ 24 ഗണങ്ങളായി തിരിച്ചിരുന്ന പുരോഹിതന്മാർക്കെല്ലാം കൂടി ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഏത് ഗണത്തിനാണോ ഓരോ
സമയത്തും ശുശ്രൂഷ ഉണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 24 ഗണത്തിന് വായിക്കേ. അതായത് 1 ദിനവൃത്താന്തം 24 എടുക്കുക. 1 ദിനവൃത്താന്തം 24 7 മുതൽ 19 വരെ. എല്ലാവരും ഒന്ന് എടുത്തിട്ടൊന്ന് വായിക്കേ. 1 ദിനവൃത്താന്തം 24. നിങ്ങൾ ഈ മൗണ്ട് കാർമൽ സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ ബൈബിൾ, നോട്ട്ബുക്ക്, പേന പഠിക്കാൻ വേണ്ടി വരണം കേട്ടോ. പഠിക്കാൻ വേണ്ടി വരണം. പഠിക്കുന്നവർക്ക് ഞാൻ മനസ്സ് നിറഞ്ഞ് പറയാണ്, അനുഗ്രഹം ഉറപ്പാണ്. പഠിക്കാത്തവരോട് എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടുമായിരിക്കും കിട്ടത്തില്ലായിരിക്കും. പഠിക്കാൻ വരുന്നവർക്ക് കാരണം ഈ ആലയത്തിൻ്റെ നിയോഗം അതാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത്, ഇവിടെ എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത് അത് അവർ ഏറ്റെടുക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 24 അതിൻ്റെ ടൈറ്റിൽ വായിച്ച POC ബൈബിളിൽ പുരോഹിത ഉണ്ടോ? പുരോഹിത ഗണങ്ങൾ. 7-ാമത്തെ വാക്യം വായിച്ച 7. നറുക്ക് വീണതനുസരിച്ച് 1-ാമൻ ഹോയാറബ്, 2-ാമൻ യദായ, 3-ാമൻ ഹാരിം, 4-ാമൻ സെവോരിം, 5-ാമൻ മൽക്കിയ, 6-ാമൻ മിയാമിൻ, 7-ാമൻ ഹാക്കോസ്, 8-ാമൻ മതി അബിയ. ഈ 24 ഗണത്തിലെ 8-ാമത്തെ ഗണമായിരുന്നു അബിയായുടെ ഗണം. എഴുതുന്നില്ല. ഇതൊക്കെ എഴുതി വെക്ക്. എന്ത്? പുരോഹിത ഗണങ്ങൾ മൊത്തം 24. ഈ 24 ഗണത്തിൽ 8-ാമത്തെ ഗണം അബിയ. ആ അബിയായുടെ ഗണത്തിലെ പുരോഹിതനായിരുന്നു സക്കറിയ. ഇനി ഓരോ ഗണത്തിനും വർഷത്തിൽ ഓരോ കാലത്ത് ശുശ്രൂഷയുണ്ട്. പക്ഷേ ഈ പുരോഹിതന്മാർ ഓരോ ഗണത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെ തീരുമാനിക്കും? നറുക്കിട്ട് തീരുമാനിക്കും. ഒന്ന് എഴുന്നേറ്റോ. കൈയും കാലുമൊക്കെ വേദന എടുക്കുന്നത് എനിക്ക് മനസ്സിലായി. മുഖം ശ്രദ്ധിച്ചാൽ മതി, അന്നേരം അറിയാം. ഓക്കെ, എഴുന്നേറ്റേ. പതുക്കെ എഴുന്നേരം. അവരവരുടെ കാല് കണ്ടുപിടിച്ചിട്ട് എഴുന്നേക്കുക. ഞാൻ മനസ്സ് നിറഞ്ഞൊരു കാര്യം പറയട്ടെ. അതായത് ഈ സുവിശേഷം ആരുടെ കഥയാണ്? ഈശോയുടെ കഥയാണ്. അപ്പോൾ മോള് സുവിശേഷം പഠിക്കുമ്പോൾ ഈശോയുടെ കഥ പഠിക്കുകയാണ്, ഈശോയുടെ ജീവിതം. അപ്പോൾ അന്നേരം ഈശോ ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്കത്. അപ്പോൾ ഈശോ അങ്ങ് വരും. ഈശോ അങ്ങനെ വന്നിട്ട് ഈശോ വന്നങ്ങ് തൊടും. ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. ബൈബിളിനെ സ്നേഹിക്കൂ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിൻ്റെ എല്ലാ ശാഖകളെയും അനുഗ്രഹിക്കും. അതായത് കേട്ടെ, ലോകവും പാപവും പിശാചും നമ്മൾ ഈ 100 എടുത്തതെല്ലാം ദൈവവചനം നമുക്ക് തിരിച്ചു തരും. ലോകവും പാപവും പിശാചും. ലോകം, ജഡം, പിശാച്. ലോകവും ജഡവും പിശാചും നമ്മൾ ഈ 100 എടുത്തിട്ടുണ്ട് ഒത്തിരി. മനസ്സിലായോ? നമ്മുടെ സമൃദ്ധി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ തലമുറയുടെ അനുഗ്രഹം, നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ ശുശ്രൂഷയുടെ അഭിഷേകക്കുറവ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ നിലവാരം താണുപോയത്, നമ്മളിൽ പൈശാചിക പ്രവൃത്തികൾ, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ പിശാചും ലോകവും ജഡവും 3 ശത്രുക്കളാണ് മനുഷ്യന്. ഒരു ദൈവവചനത്തിന് 3 ശത്രുക്കളേ ഉള്ളൂ: ലോകം, ജഡം, പിശാച്. ലോകം, ജഡം, പിശാച്. ഈ ലോകവും ജഡവും പിശാചും നമ്മൾ ഈ 100 എടുത്തതെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. ആത്മാവിൽ ഞാനൊരു വചനം പറയാം. ജോയൽ 2:25. വിട്ടിൽ, വെട്ടുക്കിളി, കമ്പിളിപ്പുഴു, പച്ചക്കുതിര തുടങ്ങിയ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ തിന്ന് നശിപ്പിച്ചതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരും. മനസ്സിലായോ? വിട്ടിൽ, വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ
ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരത്തിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. ആമേൻ പറ, ആമേൻ പറ. അതായത് ഞാൻ നിനക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം അതൊരു അസാധ്യതയല്ല. മനസ്സിലായോ? ഇപ്പം നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, എത്ര കാലമായി ദൈവമേ? നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ സമയത്താണ് എല്ലാം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ഗോഡ്സ് ടൈം. പക്ഷെ ശ്രദ്ധിക്കണം, ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. നമ്മൾ പറയുന്ന സമയത്തല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, എന്താണ് ഇപ്പോൾ ഞാൻ 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് 2 ആഴ്ച കാലം കൊണ്ട് ഇതെന്താ മാറാത്തേ? ചിലപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ടൈം 3 ആഴ്ചയായിരിക്കും. നിനക്ക് ഏറ്റവും നല്ല വിധത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് വരണം. നിന്നോണ്ട് കേട്ടോ, ഞാനൊരു ദൂത് പറയാം, നിന്നോണ്ട് കേട്ടോ. എന്തെന്നറിയാമോ? ദൈവം യാക്കോബിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്താണ്. ദൈവം യാക്കോബിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്താണ്. പക്ഷേ യാക്കോബ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഏസാവിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്തു. യാക്കോബ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അത് തട്ടിയെടുത്തു. അതുകൊണ്ട് അവൻ 20 കൊല്ലം അമ്മായിയപ്പൻ്റെ അടിമവേല ചെയ്ത് കഴിയേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഗോഡ്സ് ടൈം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമാണ് ദൈവത്തിൻ്റെ സമയത്തെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെന്നറിയാം? ദൈവത്തിൻ്റെ സമയത്തെ സ്പീഡപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിലെ ഏത് തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. 1, ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയം. 2, ദൈവത്തോടുള്ള ഏകാഗ്രമായ ആരാധന. 3, അസാധാരണമായ എളിമ. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവാനാണ് തകർച്ചകൾ. ശ്രദ്ധിച്ച് കേട്ടോണം, എല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 3 കാര്യം ഉണ്ടാവാനാണ് തകർച്ച. ഏത് തകർച്ച ആരുടെ ജീവിതത്തിൽ വന്നാലും 3 കാര്യം ഉണ്ടാവണമെന്ന് ദൈവം ഒരു വേക്കപ്പ് കോൾ തരികയാണ്. നമ്മളോട് ദൈവം പറയുകയാണ്, മക്കളെ ഈ 3 കാര്യം പെട്ടെന്ന് ഉണ്ടായിക്കോ. 1 അടിയുറച്ച ആശ്രയം. ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ അടിയുറച്ച് ആശ്രയിക്കുക. ചിലപ്പോൾ ജപ്തി വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് നിൽക്കേണ്ട അവസ്ഥയിലും ദൈവത്തെ അടിയുറച്ച് ആശ്രയിക്കുക. ഞാൻ പറയുന്നത് കേട്ടോണം. നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയല്. ഒരു വാതിൽ തുറക്കപ്പെടുന്നതിന് മുമ്പ് സാത്താൻ എല്ലാ വഴിയും നോക്കും. അത് ചിലപ്പോൾ നമുക്ക് ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യമായിരിക്കും കൺമുമ്പിൽ വരുന്നത്. അവിടെ പതറരുത്, അവിടെ പിടിച്ചു നിൽക്കണം. അതായത് അടിയുറച്ച ട്രസ്റ്റ്. എന്ത് സംഭവിച്ചാലും ശരി, കർത്താവ് അറിയാതെ ഒന്നും വരുത്തില്ല. അത് ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് അതായത് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരു കാര്യം നമ്മൾ കാണുന്നുള്ളൂ. ദൈവം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നു, കർത്താവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇപ്പം നീ തന്നാൽ ഇങ്ങനെ നടക്കും. പക്ഷെ ദൈവം ഒരു 50, 100, 5000 കാര്യങ്ങൾ അപ്പുറത്ത് കണ്ടിട്ട് ദൈവം പറയുന്നു, അല്ല ഇപ്പം നടക്കാതെ നാളെ നടന്നാൽ ഈ 50 കേസോടെ ശരിയാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് മനസ്സിലാവത്തില്ലത്. ഞാൻ അത്രയും ജീവിതത്തിൽ നിന്നായി പറയണേ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പലതും നടക്കത്തില്ല. എന്തെന്നറിയോ? 1 ദൈവത്തെ കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്തോണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളെ ദൈവം വിടുവിക്കുന്നുണ്ട്. അത് ബുദ്ധി എന്ന് പറയുമല്ലോ, ഇത് ഞാൻ ആത്മാവിൽ പറയുകയാണ്. അതായത് കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്തോണം. ഇതിനകത്തുനിന്ന് നന്മയുണ്ടാവും. മനസ്സിലായോ? അതായത് ചോദിച്ച സമയത്ത് ചോദിച്ചത് കിട്ടിയതിനേക്കാളും നന്മ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തരുമ്പോൾ ഉണ്ടാവും. ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയതിനേക്കാളും നന്മ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തരുമ്പോൾ ഉണ്ടാവും. നമുക്കുണ്ടാവേണ്ടത് ട്രസ്റ്റ് ഹിം ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യത്തിലും അവനെ കണ്ണും പൂട്ടി പിടിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. 2ാമത്തെ കാര്യം, അവനെ ആരാധിച്ചോണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെ ആരാധിക്കരുത്. ദൈവത്തെ കണ്ണും പൂട്ടി
ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. കർത്താവേ, ക്ലേശം, ദുരിതം, പീഡനം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ എന്ത് വന്നാലും ഈശോയോടുള്ള സ്നേഹം മാറത്തില്ല. ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ നിൻ്റെ കാൽ ചുവട്ടിൽ അള്ളിപ്പിടിച്ച് കിടക്കും. കർത്താവേ, അപ്പാ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കും. മനസ്സിലായോ? തൊട്ട് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അപ്പാ, എന്നെ കൈവിട്ടത് എന്താന്ന്? ഉത്തരം കിട്ടിയോ? പുത്രൻ ചോദിച്ചിട്ട് പോലും ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാതിരുന്നപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഉത്തരം പറഞ്ഞു, ഉത്തരം തന്നില്ലേലും എൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കും. ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. വർഷിപ്പ് ഹിം വിത്ത് അൺഡിവൈഡഡ് ഹാർട്ട്. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. 3, ജീവിതത്തിൽ എളിമപ്പെടുക. ദൈവത്തിൻ്റെ സമയം സ്പീഡപ്പാവും. മനസ്സിലായ? ദൈവത്തിൻ്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കി ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ സമയത്തെ സ്പീഡപ്പാക്കാൻ ട്രസ്റ്റ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ഹമ്പിളാവുക, എളിമപ്പെടുക. എന്നെക്കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് സമ്മതിച്ചോ, ദൈവം പ്രവർത്തിക്കും. മനസ്സിലായി? എന്നെക്കൊണ്ട് കൂട്ടിയാൽ ഇത് കൂടത്തില്ല. അഹങ്കാരം എല്ലാം കള. ഞാൻ അതാണ്, ഞാൻ ഈ കുടുംബമാണ്, ഞാൻ ആ കുടുംബമാണ്, ഞാൻ അത് ചെയ്തു, നീ കള. നീ ഒന്നുമല്ല, നീ വട്ടപൂജ്യം. മനുഷ്യനൊരു നിഴൽ മാത്രം, ഒരു ശ്വാസം മാത്രം ദൈവം താങ്ങി നിർത്തുന്നോണ്ടാണ് നിൽക്കുന്നത്. അത് സമ്മതിക്ക്. പൂഴി മണലിലും പൊടിയിലും ചാക്കിലും ഇരുന്ന് ആരാധിക്ക്. പറഞ്ഞ ഹല്ലേലൂയാ. നിലത്ത് മുഴങ്കാല് മടക്കിയിരുന്ന് ആരാധിക്ക്. ഏലിയ ചെയ്ത പോലെ കാൽമുട്ടുകൾക്കിടയിൽ മുഖം അമർത്തിയിരുന്ന് ആരാധിക്ക്. ഒരു മേഘം നിനക്ക് വേണ്ടി അപ്പുറത്ത് ഉയരും. പറഞ്ഞ ഹല്ലേലൂയാ. ഹെരോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർമ്മിച്ചിരിക്കുന്നു. സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് ഹെരോദേസ്, അബിയ ഒക്കെ പറഞ്ഞല്ലേ. അബിയായുടെ സക്കറിയ എന്നൊരു പുരോഹിതൻ. സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം ദൈവം, യഹോവ ഓർമ്മിച്ചിരിക്കുന്നു. യാവേ ഹാസ് റിമെമ്പേർഡ്. യഹോവ ഓർമ്മിച്ചിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ ദൈവം എന്ത് ചെയ്തു? കർത്താവ് ഓർമ്മിച്ചിരിക്കുന്നു. കർത്താവ് മറന്നു പോവോ? ദൈവം ഓർമ്മിച്ചിരിക്കുന്നു അല്ലേ. എവിടെന്നറിയാമോ? ബാബിലോണിൽ സിംഹക്കൂട്ടി കിടക്കുമ്പോൾ ഹബക്കുക്ക് പ്രവാചകൻ പൊടിച്ചപ്പവും കറിയുമായി എത്തി ദാനിയേലേ എന്ന് വിളിക്കുമ്പോൾ ദാനിയേൽ പറയുന്നത്, എൻ്റെ യഹോവേ, നീ എന്നെ ഓർമ്മിച്ചല്ലോ. ജീവിതത്തിൽ ഓരോരുത്തർക്കും എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. എൻ്റെ ദൈവം എന്നെ ഓർത്തു. ഈ കുടുംബത്തെ ദൈവം ഓർത്ത ഒരു നിമിഷം വരാൻ പോവാണ്. ഒരനുഭവം അവർക്കുണ്ടാവാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ വചനം പഠിച്ച് എനിക്ക് ഇതുപോലെ പറയാൻ ഈ ദിവസങ്ങളിലെല്ലാം അനുഭവങ്ങൾ തരണേ. ആമേൻ. അത് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം എന്നെ ദൈവം ഓർത്തു എന്ന്. എനിക്കറിയാം ഓർക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അനുഭവിക്കാൻ എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവം എന്നെ മറന്നിട്ടില്ല. എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. അപ്പോൾ യാവേ ഹാസ് റിമെമ്പേർഡ്. സക്കറിയ എന്ന ഒരു പുരോഹിതൻ. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. എലിസബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിജ്ഞ എന്നാണ്. ദൈവത്തിൻ്റെ പ്രതിജ്ഞ. അപ്പം അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ഒരുമിച്ച് വായിച്ചാൽ അങ്ങനെ ഇരിക്കും. ദൈവത്തിൻ്റെ പ്രതിജ്ഞ, ദൈവം ഓർത്തു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഓത്ത്, ദൈവത്തിൻ്റെ പ്രതിജ്ഞ, ദൈവത്തിൻ്റെ ശപഥം, ദൈവം ഓർത്തു. എന്താ ദൈവത്തിൻ്റെ ശപഥം? അതെന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ദൈവത്തിൻ്റെ ശപഥം എന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഇതാണ് ദൈവത്തിൻ്റെ ശപഥം. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം. ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിരന്തരം ഉരുവിടണം. നിരന്തരം. പ്രഭാഷകന്റെ പുസ്തകം
രണ്ടാം അധ്യായം 2 പ്രഭാഷകൻ 2 8 മുതലുള്ള വാക്യങ്ങൾ. 8 മുതൽ. എല്ലാവരും നമുക്ക് സമയം കൊടുക്കാം, തിരക്കില്ലല്ലോ, സമയം കൊടുക്കാം. പ്രഭാഷകൻ 2:8. ബൈബിൾ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉറക്കെ വായിക്കുക. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ആമേൻ. കേട്ടില്ല? മനസ്സിലായി? ഇതാണ് ദൈവത്തിൻ്റെ പ്രതിജ്ഞ, ഇതാണ് ദൈവത്തിൻ്റെ ശപഥം. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിച്ചോ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. നിങ്ങൾ ഫറവോയെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ജോസഫിനെ അറിയാത്ത ഫറവോ വരും. മനസ്സിലായോ? ഫറവോ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ച എത്ര കാലം ഇരുന്നേ. പക്ഷെ എന്ത് ചെയ്തു? അടുത്ത ഫറവോ വന്നപ്പോൾ ജോസഫിനെ അറിയാതെ പോയി. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ആശ്രയിക്കുന്നത് കെണിയാണ്. കർത്താവിൻ്റെ ഭക്തരെ ദൈവത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ആമേൻ പറ. പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ആമേൻ പറ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചതൊന്നും ദൈവം മറന്നിട്ടുണ്ടെന്ന് ആരും കരുതരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു വരും. ഈ വിതയ്ക്കുന്നത് തിരിച്ചു വരും. വിതയ്ക്കുന്നത് കൊയ്യും. നന്മ വിതച്ചാൽ നന്മ കൊയ്യും. പ്രാർത്ഥന വിതച്ചാൽ അനുഗ്രഹം കൊയ്യും. മനസ്സിലായോ? വചനം വിതച്ചാൽ മാനസാന്തരം കൊയ്യും. അപ്പം എന്ത് വിതച്ചാൽ അതിനൊരു കൊയ്ത്തുണ്ട്. അപ്പം ഇന്ന് ഇരുന്ന് ദൈവത്തിന് മുമ്പ് ഞാൻ ഇത്രയും കാലം ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. അതിന് പ്രതിഫലം കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രതിഫലം കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവ് ഇത് മനസ്സ് മടുത്ത് പോകരുത്. മനസ്സിലായോ? ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സ് മടുത്തവരൊക്കെ കാണും ഇതിനകത്ത്. അത് മനസ്സ് മടുത്തു, നടക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മടുത്തു പോവില്ല. ഞാൻ ഒരു അമ്മയെ ഓർക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതിനകത്ത് കാണുമായിരിക്കും. അതായത് മക്കളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വേള എനിക്ക് ഇറിറ്റേഷനായി. ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പ്രാർത്ഥിക്ക്. ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നാളെ കണ്ടു, ചോദിച്ചു എന്നാന്ന് പറഞ്ഞപ്പോൾ മക്കളുടെ കാര്യം അതൊക്കെ എപ്പോഴേ ശരിയായിരുന്നു, ഇപ്പൊ വേറെ ആവശ്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പുറകെ നടന്നിട്ട് നിങ്ങൾ മാനം കടത്തില്ല. മനസ്സിലായോ? അതായത് ദൈവം മാനിക്കും, ദൈവം മാനം തരും. മനസ്സിലായോ? അതായത് അതിനകത്ത് അഭിമാനിക്കാനൊരു വക ഉണ്ടാവും. മനസ്സിലായോ? ക്ലേശങ്ങളില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ പേരിലൊക്കെ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? കല്ലറയിൽ നിങ്ങളെ അടച്ച്, നിങ്ങളെ മാനക്കേടിനകത്തടച്ചെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ഉയർപ്പ് 3 ദിവസം കഴിഞ്ഞ് ഉണ്ട്. അതിനൊന്ന് നിങ്ങൾ ഒരിക്കലും അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. ദൈവം തൻ്റെ പ്രതിജ്ഞ ഓർത്തു. കർത്താവിൻ്റെ ഭക്തരെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുകയും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിച്ചോ. ആരാണ് കർത്താവിൻ്റെ ഭക്തർ? അവർക്ക് എന്തൊക്കെ കിട്ടും? ഐശ്വര്യം, ആനന്ദം, അനുഗ്രഹം. പറ. ഐശ്വര്യം, ആനന്ദം, അനുഗ്രഹം. പറ. ഐശ്വര്യം, ആനന്ദം, അനുഗ്രഹം. അത് പ്രതീക്ഷിച്ചോണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്പിരിച്വൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ വീടൊക്കെ ജപ്തിയായിട്ട് നിൽക്കാമെന്ന് വെച്ചോ, കടം. നിങ്ങൾ ആത്മീയ ഭാവനയിൽ കാണണം. എന്തെന്നറിയാമോ? ആത്മീയ ഭാവനയിൽ ഇപ്പോൾ ഉള്ള നിലവാരത്തിലല്ല, ഇതിനേക്കാളൊക്കെ ഒരുപാട് വിശ്വാസവും വിശുദ്ധിയും പ്രാർത്ഥനയൊക്കെയുള്ള ഞങ്ങളുടെ കുടുംബം ഈ കടത്തിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നത് ഉള്ളാലെ കാണണം. ഇതിൻ്റെ പേരാണ് ആത്മീയ ഭാവന. അതാ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച്. എന്താ പ്രതീക്ഷിക്കണ്ടേ? ഐശ്വര്യം, ആനന്ദം, അനുഗ്രഹം. 10ാമത്തെ വാക്യം, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട്, എൻ്റെ ദൈവമേ, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഒരാൾ പോലും അവഗണിക്കപ്പെട്ടില്ല.
ഇതാണ് ദൈവത്തിൻ്റെ ശപഥം. ദൈവത്തിൻ്റെ ശപഥം ദൈവം ഓർത്തു. അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നെങ്കിലും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. കേൾക്കണേ, ഇത് പാലിച്ചോ? വചനം പാലിച്ചോ? വചനത്തിൽ നിന്നോ? വിശ്വസ്തതയിൽ നിന്നോ? ഇന്ന് നിന്റെ കുടുംബത്തിൽ അവിശ്വസ്തത ഉണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമുള്ള ആളുകളുണ്ട്, നീ നിന്നോ? നീ വിശ്വസിച്ച് നിന്നോ? ദൈവം പറയാണ്. പ്രഭാഷകൻ 16 എടുക്ക്. പ്രഭാഷകൻ 16. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 13 വായിച്ചേ. 16:13. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടില്ല. ദൈവഭക്തന്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ ദൈവഭക്തൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് വെറുതെ ആവില്ല. ഇപ്പൊ ഒന്നും സയൻസ് ഒന്നും കാണാനില്ല, പക്ഷേ ദൈവഭക്തൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് വെറുതെ ആവില്ല. ആമേൻ. കേട്ടില്ല? ആമേൻ. ഹല്ലേലൂയ. ദൈവഭക്തൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് വെറുതെ ആവില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങോട്ട് നോക്കിയേ, ഒരു സ്ഥലത്ത് വ്യത്യാസം വരണമെങ്കിൽ അവിടെ ദൈവത്തെ വിശ്വസ്തയോടെ തേടുന്ന മനുഷ്യരും ഉണ്ടാവണം. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാൻ പോകുന്നത് രക്ഷകൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ലൂക്ക ഇനി നമ്മളെ വിശ്വസ്തരായ ചില മനുഷ്യരെ കാണിച്ചു തരും. സക്കറിയ, എലിസബത്ത്, മാതാവ്, ശിമയോൻ, ഹന്ന, ഇങ്ങനെയുള്ള ആളുകൾ. ഇവരെല്ലാം ആരാണ്? രക്ഷകൻ പിറക്കുന്നതിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ച മനുഷ്യരാണ്. നിന്റെ കുടുംബത്തിൽ യേശു പിറക്കണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് നീ വിശ്വസ്തയോടെ ജീവിക്കണം. വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നിന്റെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, അനിയന്, ചേട്ടന്, അപ്പന്, അമ്മയ്ക്ക്, അളിയന് എല്ലാം മാനസാന്തരം വരും. പറയാം ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കത്തില്ല. മനസ്സിലായോ? ഇന്ന് അവൻ കള്ളു കുടിച്ചിട്ട് ചീത്ത വിളിച്ചത് അതുകൊണ്ട് ഈ ദിവസം തീരാൻ പോണില്ല. മാറ്റം വരും, മാറ്റം. പറയാം ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ. മാറ്റം വരും. കർത്താവ് പറയാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥത, വിശ്വസ്തത. ഒരു വാചനം വായിക്കാം. സുഭാഷിതം 16:6. സുഭാഷിതം 16. ഈ ഒറ്റ വചനം കളയരുത് കേട്ടോ. ഒറ്റ വചനം കളയരുത്. നിങ്ങൾ ഈ വലിയ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, നീ ഈശോയുടെ 2ാം വരവ് വരെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കേട്ടല്ലോ? എനിക്കെല്ലാം അറിയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന, മീശയൊക്കെ പിരിച്ചിരിക്കുന്ന, അതുപോലെ അറിയാമെന്നൊക്കെ വിചാരിച്ച് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന ടീമുകളോട് ഞാൻ പറയാണ്, നീ ഇരിപ്പിരിക്കത്തേ ഉള്ളൂ. നീ ഒന്ന് എളിമപ്പെട്ട് ഇതൊക്കെ എഴുത്. പറഞ്ഞേ ഹല്ലേലൂയ. നീ കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കൊണ്ടുവരണം. കാര്യം എന്താണെന്നറിയാം, ഒരു 10 വചനം ഒരു ദിവസം ഒരു ശുശ്രൂഷയിൽ വെളിപ്പെട്ടാൽ അത് ഈ വന്നവൻ്റെ വിടുതലിനുള്ള സാധനമാണ്. അത് വാങ്ങിക്കത്തില്ല. ഇനി ഇത് കഴിഞ്ഞ് കൈവെക്കുമ്പോൾ തല വരുന്നത് നോക്കി ഇരിക്കുക. കർത്താവ് സംസാരിക്കുമ്പോൾ വില കൊടുക്കാത്തവൻ ആരുടെ കൈവെപ്പ് വാങ്ങിച്ചാലും അഭിഷേകം ഉണ്ടാവത്തില്ല. കൈവെപ്പ് എപ്പോഴും എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. കൈവെപ്പ് കൺഫർമേഷനാണ്, സ്ഥിരീകരണമാണ്. എന്തിൻ്റെ? ഒരിക്കൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ സ്ഥിരീകരണം. വചനത്തിൽ ഉറപ്പിക്കപ്പെടാത്തവൻ്റെ തലയിൽ എന്നാ വരാനാ? ദൈവവചനം സ്വീകരിക്കാത്തവൻ്റെ തലയിൽ ആര് കൈവച്ചാൽ എന്നാന്ന്? ഒന്നും വരാൻ പോണില്ലെന്ന്. വചനം ഏറ്റെടുക്ക്. എല്ലാവരും ഏറ്റെടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലർ ഇത് വിചാരിക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ആരാധനയിൽ എന്നോ എന്താണ്ട് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുക. അത് കഴിഞ്ഞ് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങൾക്ക് നിന്ന് തരാത്തത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. മനസ്സിലായല്ലോ? എനിക്ക് സമയം ഉണ്ടെങ്കിലും നിൽക്കാത്തത് ഓടുന്ന എന്തിനെന്നറിയാം? ഈ വഴി തെറ്റൽ അവസാനിക്കാനാണ്. നിങ്ങൾ ഡാനിയേൽ അച്ഛൻ്റെ പുറകെ നടന്നുകൊണ്ട് ആരും സ്വർഗ്ഗത്തിൽ പോകാൻ പോണില്ല. മനസ്സിലായി? ഞാൻ തന്നെ പോകുന്നു. എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ഞാൻ പോവും. എൻ്റെ വാലേ തൂങ്ങിയൊന്നും ആരും വരാൻ പോണില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വചനം ഏറ്റെടുക്ക്. ഒരു വചനം കൊള്ള മുതൽ കിട്ടിയ ഒരു വചനം കിട്ടി. എന്താ? സുഭാഷിതം 16:6. അത് ദാഹിച്ചെടുക്കണ്ടേ?
അങ്ങനെ എടുക്കുന്നവനല്ലേ അഭിഷേകം ഉണ്ടാവൂ. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. അപ്പോൾ വീട്ടിൽ അധർമ്മം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പി വാങ്ങിച്ചു വെച്ച് കുടിക്കുന്നു. അപ്പോൾ അതിന് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യുക? നീ മദ്യം തുടരരുത്. രണ്ടാമത്തെ കാര്യം, നീ വിശ്വസ്തതയോടെ ജീവിക്കണം, നീ നന്നായിട്ട് ജീവിക്കണം, നീ വചനം പാലിക്കണം. അപ്പം നിൻ്റെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഈ വീട്ടിലെ അധർമ്മത്തിന് പരിഹാരമാവും, അവന് മാറ്റം ഉണ്ടാവും. ഹല്ലേലൂയാ. അതേസമയം നീ അപ്പുറത്ത് പോയി ഫോണിൽ പോയി അവിടുന്ന് വാട്സാപ്പിൽ കണ്ടവനോട് ചാറ്റും ചെയ്ത് അവിടുന്ന് കിട്ടിയവനെ അങ്ങോട്ട് പോയവനെ ഇങ്ങോട്ട് പോയവനെ എല്ലാവരെയും വിളിച്ച് ഫോണും വിളിച്ച് അവിടെയും പോയി ഇവിടെയും പോയി സൊള്ളി ചാറ്റും ചെയ്ത് പാവവും ചെയ്ത് നടന്നിട്ട് നീ 4 ഹല്ലേലൂയ പറഞ്ഞാൽ മാറ്റം വരുമോ? മാറ്റമില്ല, നാറ്റം വരും. അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാം, ഈ ദുർനടപ്പ് ജീവിച്ചിട്ട് ഹല്ലേലൂയ പറയുന്നവനെ കാണുമ്പോൾ കാണുന്നവനൂടെ സുവിശേഷത്തിന് എതിരാവും. മാറ്റത്തിന് പകരം എന്തുണ്ടാവും? നാറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റുന്നത്. കാണാതെ പിടിച്ചോണം. അടുത്ത പ്രാവശ്യം വരെ എഴുന്നേപ്പിച്ച് നിർത്തി ഞാൻ ചോദിക്കും. സുഭാഷിതം 16:6 പറയാൻ പറയും. അന്നേരം മുണ്ടാതിരുന്നവൻ ഞാൻ. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് രക്ഷകൻ പിറക്കാൻ വേണ്ടി വില കൊടുത്ത് അടുപ്പയിൽ വിറകരിയുന്ന പോലെ എരിഞ്ഞ് ജീവിച്ച ഒരു കൂട്ടം മനുഷ്യരെ ലൂക്ക കാണിച്ചു തരികയാണ്. സക്കറിയ, എലിസബത്ത്, അവർ ദൈവഭക്തരും നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റം പറയാൻ പറ്റാത്ത വിധം അനുസരിക്കുന്നവരുമായിരുന്നു. നമുക്കങ്ങനെ ആവണ്ടേ? അന്ന് ആമേൻ പറ. ദൈവമേ, എനിക്ക് അങ്ങനെ ആവണം. കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുക. അടുത്ത വാക്യം, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. വന്ധ്യ വയോധികയല്ല, വന്ധ്യ എന്ന് പറഞ്ഞാൽ ബാരൻ എന്ന് പറഞ്ഞാൽ ചുക്കിച്ചുളിഞ്ഞ ഗർഭപാത്രം. ഇനിയൊരു ജീവൻ്റെ നാമ്പ് മുട്ടിടാൻ അതിൽ ജൈവിക ശേഷികളില്ലാതെ പോയ ഉണങ്ങി വരണ്ട എലിസബത്തിൻ്റെ ഗർഭപാത്രം. മാനുഷികമായി സംസാരിച്ചാൽ അസാധ്യത. ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മെനോപ്പസ് കഴിഞ്ഞൊരു സ്ത്രീ ഇനിയൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോകുന്നില്ല. ബയോളജിക്കൽ ഇമ്പോസിബിലിറ്റി, ജൈവിക അസാധ്യത. അതാണ് ആ വീട്ടിൽ. സക്കറിയ വൃദ്ധനായിരുന്നു, ഭാര്യ വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രായം കവിഞ്ഞവരെന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കാനും കുഞ്ഞിന് ജന്മം കൊടുക്കാനുമുള്ള പ്രായം കഴിഞ്ഞവരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രായം കഴിഞ്ഞവർ തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു. അടുത്തത്, ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ. ഇനി ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ അടുത്ത ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയേണ്ടത്, ലൂക്കായുടെ സുവിശേഷത്തെ വിളിക്കുന്നത് പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ്. പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വിലപ്പെട്ട അനേകം പാഠങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സുവിശേഷമാണിത്. എന്താണ്? പ്രാർത്ഥനയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് പ്രയർ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കാണും. ഇതാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളെ ആദ്യം കാണുന്ന കൂട്ടരാരാണ്? ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെയാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. സമൂഹം മുഴുവൻ, അച്ഛൻ ധൂപാർപ്പിക്കുന്നു, ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജനം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് അവന് പ്രത്യക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിക്കുക. ധൂപപീഠം അതെവിടാ? ധൂപപീഠം എവിടാ? ദേവാലയത്തിന് നമ്മൾ സമാഗമ കൂടാരം പഠിച്ചപ്പോൾ 3 ഭാഗങ്ങൾ പഠിച്ചിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ 2 കാര്യങ്ങളാണെന്നാണ് പഠിച്ചത്. ബലിപീഠവും ക്ഷാളനപാത്രവും. പറ, ബലിപീഠവും ക്ഷാളനപാത്രം. എവിടാ? പ്രാകാരം എന്ന് പറഞ്ഞാൽ മുറ്റം.
നമ്മളിപ്പോൾ ഈ ഈ പള്ളിയുടെ വച്ച് പറഞ്ഞാൽ അവിടെ ആ മോണ്ടള ആ കസേരയിട്ട് വെളിയിൽ ആളുകളിരിക്കുന്ന ഒരു സ്റ്റെപ്പ് താഴെ അതാണ് എന്ത് പ്രാകാരം. അവിടെ എന്തൊക്കെയുണ്ട്? ബലിപീഠം, ക്ഷാളനപാത്രം, ബ്രോൺസ് ഓൾട്ടർ ആൻഡ് ലേവർ, ഈ 2 കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞാൽ തിരശ്ശീലയിട്ട ഭാഗം ആരംഭിക്കുന്നു. വിശുദ്ധ സ്ഥലം, അതാണ് ഇപ്പം നിങ്ങളിരിക്കുന്ന സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളുണ്ട്: മെനോറ, ധൂപപീഠം, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. എന്തൊക്കെയാണ്? സൈനോര അല്ല, മെനോറ, ധൂപപീഠം, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. മെനോറ എന്ന് പറഞ്ഞാൽ 7 കാലുള്ള വിളക്ക്, അതാണ് മെനോറ. മെനോറ, ധൂപപീഠം, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. ഇവിടെ മെനോറ, ഇവിടെ ധൂപപീഠം, ഇവിടെ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. അതിനപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം, അവിടാണ് വാഗ്ദാന പേടകം. കിട്ടിയോ? അപ്പം സക്കറിയ തിരശ്ശീലയുടെ അകത്താണ്, ജനം തിരശ്ശീലയുടെ വെളിയിലാണ്. ജനത്തിന് ഇവിടെ നടക്കുന്നത് കാണത്തില്ല. സക്കറിയ ധൂപപീഠത്തിന് മുമ്പിൽ നിയമമുണ്ട്, അതായത് രാവിലെയും വൈകുന്നേരവും ധൂപം സമർപ്പിക്കണം. രാവിലെ 9 മണി, ഉച്ച കഴിഞ്ഞ് 3 മണി. പുരോഹിതന്മാരുടെ ജോലിയാണ്. പുറത്തെ ബലിപീഠത്തിൽ ബലി നടന്നുകൊണ്ടിരിക്കും, അകത്തെ ധൂപപീഠത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നുണ്ടോ? ഈ ധൂപം ഉയരുമ്പോൾ ആ ധൂപത്തിൻ്റെ പുകപടലങ്ങൾക്കിടയിൽ സക്കറിയായ്ക്ക് എന്തോ ഒന്ന് തോന്നുകയാണ്. അപ്പോൾ ഒരു ദൂതൻ അതിനിടയ്ക്ക്, അല്ലേ, അന്തിമയങ്ങിയ നേരത്ത് ചന്തി പോലൊരു മാലാഖ. മരണരഥമൊന്നുമല്ല, ഇത് വരെ മാലാഖ. അവനെ കണ്ട് സക്കറിയ ഭയപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്തു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വാക്യം വായിക്കാം. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും, സ്വാഭാവികം അല്ലേ, അല്ലാതെ മാലാഖയെ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പെട്ടെന്ന് കാണുകയാണ്, ഓർക്കാപ്പുറത്ത് ഒരു മാലാഖയെ കണ്ടാൽ പേടിപ്പോവും. ഞാനിങ്ങനെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ കണ്ണടച്ച് ഇങ്ങനെ ഞെട്ടുന്നേ കണ്ടിട്ടുണ്ട്. മാലാഖ അല്ല, ഞാൻ വന്നിട്ട് പോലും ഞെട്ടുകയാണ്. അപ്പോൾ മാലാഖയൊക്കെ വന്നാലോ? ഭയപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്തു. അടുത്ത വാക്യം. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ച് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ പോകും. അപ്പോൾ ഇതാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. സക്കറിയ, ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് പറ, ഭയപ്പെടണ്ട. ഏത് ദൈവദൂതൻ എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും നമ്മളോട് പറയുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ്: പേടിക്കണ്ട, ഭയപ്പെടണ്ട, 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 ഭയപ്പെടണ്ട. ഭയം മാറുകയാണ്. ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ, അവിടെ പ്രശ്നം. വേറെ ഒരു പ്രായം കുറഞ്ഞ പെണ്ണിനെ കെട്ടിയിട്ട് ഒരു മകനുണ്ടാവെന്ന് പറഞ്ഞാൽ അപ്പച്ചന് ഒരു കുഴപ്പമില്ലായിരുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞാൽ, പൊന്നുമോനെ, ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന്
അനുഗ്രഹം വരാൻ പോവാണ്. നീ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിനക്ക് അനുഗ്രഹം വരാൻ പോവാണ്. മനസ്സിലായോ? നമ്മൾ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പം കണക്ക് കൂട്ടി? ഇപ്പം സക്കറിയ ഉദാഹരണത്തിന് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഒരുത്തിനെ അഡോപ്റ്റ് ചെയ്യാം, ഇനിയിപ്പം വേറെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പറയാണ്, നീ ഒരിക്കലും നിൻ്റെ ഭാര്യയിൽ നിന്ന് തന്നെ നിനക്കൊരു മകനുണ്ടാവും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഗോഡ് ഹാസ് ഷോൺ ഹിസ് ഫേവർ. യഹോവ തൻ്റെ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. യഹോവ തൻ്റെ കാരുണ്യം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുടുംബത്തിലെ 3 പേരുടെയും കൂടെ പേര് ഒരുമിച്ച് വായിച്ചാലോ? ദൈവം തൻ്റെ ശപഥം ഓർമ്മിച്ച് നമ്മോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു വാക്യാണത്. ദൈവം തൻ്റെ വാഗ്ദത്തം ഓർമ്മിച്ച് നമ്മോടുള്ള കാരുണ്യം പ്രകടമാക്കിയിരിക്കുന്നു. ഏറ്റെടുക്കത്. അത് ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞാൽ, ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം വരണം. ദൈവം നമ്മോട് ഉള്ള വാഗ്ദത്തം ഓർത്ത്, നമ്മോടുള്ള വാഗ്ദത്തം ഓർത്ത് നമ്മോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തം, യഹോവ നമ്മോട് ചെയ്ത വാഗ്ദത്തം ഓർത്ത് നമ്മോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. ഇതാണ് പറയുന്നത്. യോഹന്നാൻ എന്ന് നീ അവന് പേരിടണം. അപ്പോൾ പേരിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയത്തില്ല, എനിക്ക് പേരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞാൽ ആ പേരുള്ള ചിലർ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. പേരിടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലായോ? പേരും ക്യാരക്ടറും തമ്മിൽ വലിയ ബന്ധമുണ്ടാവാനുള്ള സാധ്യതകൾ ഞാൻ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഒബ്സർവേഷനിൽ നിന്നാണ് മനസ്സിലായത്. മനസ്സിലായോ? അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ്, എനിക്കൊരല്പം പോലും ഇഷ്ടമില്ലായിരുന്നു ഈ പേര്. ഒന്നാമത്തെ കാര്യം, ഇത് വല്യപ്പന്മാർക്കൊക്കെ ഇടാവുന്ന പേരാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഞാനതുകൊണ്ട് ഈ പേര് ഞാൻ സെമിനാരി ചേരുമ്പോൾ മാമോദിസ പേരാണ് ഇടുന്നത്. ഞങ്ങളുടെ രീതിയിൽ മാമോദിസ ബാപ്റ്റിസം നെയിമാണ് സെമിനാരി ചേരുമ്പോൾ. എനിക്കല്ലാതെ ഒരു വേറെ പേരുണ്ട്. അപ്പോൾ അത് പറ്റില്ല. അത് അച്ഛൻ പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. മീശ വിരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മാമോദിസ പേര് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ. കാരണം ഞാൻ മാറ്റി പറയാമെന്നൊക്കെ, പിന്നെ ഡോക്യുമെൻ്റൊക്കെ ഉള്ളതുകൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ വേറെ വല്ല പേരും പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പേര് ഇങ്ങനെ ആയത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പേരും എൻ്റെ നിയോഗവും തമ്മിൽ ബന്ധമുണ്ട്. അത് ഭയങ്കര ബന്ധമുണ്ട്. ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. അത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാവുന്ന എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം എൻ്റെ പേരും എൻ്റെ നിയോഗവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ പേര് പോലെ തന്നെ ചിലപ്പോൾ വരും. അതുകൊണ്ട് നല്ല നല്ല പേര് ഗസറ്റിലൊക്കെ പരസ്യം കൊടുത്ത് പേര് മാറ്റാൻ പറ്റും. വല്ലം ചക്കട പേരുവാണെങ്കിൽ അത് മാറ്റ്. അല്ല, 5 കൊല്ലം ഇനി ജീവിച്ചുള്ളതിലും അന്തസ്സുള്ള പേര് ജീവിക്കാമല്ലോ. മാത്രമല്ല, ചരമക്കോളത്തിലൊക്കെ വരുമ്പോൾ ഒരു മാന്യത കാണും. എന്ത് പേര് വരുമ്പോഴേ അല്ലേ, ചൊക്കളപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. ചൊക്കളപ്പൻ നിര്യാതനായി കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പേരിടുമ്പോൾ ചുമ്മാ അതിലും ഇതിലേയും പോയാൽ അവൻ്റെ ഇവൻ്റെയും പേരിടല്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരിട്ടാൽ അവരുടെ മേൽ നിങ്ങൾ പോലും അറിയാതെ ഒരു തിരഞ്ഞെടുപ്പ് വരും. മനസ്സിലായോ? ദൈവ പൈതൽ അത് ചുമ്മാ ചക്കട വിക്കട പേരൊന്നും ഇട്ട് കൊടുക്കരുത്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും അവർ പേരിടുന്ന സമയത്തൊന്നും പറയാൻ പാടില്ലല്ലോ. ഒരു 4-5 സോറി അടുപ്പിച്ച് പറഞ്ഞാൽ മതി അറിവാകുമ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത്. കേട്ടോ? നല്ല പേരിടണം. നല്ല പേരിട്ടാൽ ആ നല്ല അഭിഷേകം കിട്ടും. അതുകൊണ്ടൊക്കെയാണ് കർത്താവ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനെ വിളിക്കുമ്പോൾ അവന് പേരൊക്കെ ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ പിന്നെ ദൈവം ഏതെങ്കിലും പേരിട്ടാൽ പോരെ? ഷൈജു എന്നോ വൈജു എന്നോ ഇട്ടാൽ പോരെ? അപ്പോൾ അയ്യോ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അതൊക്കെ നല്ല പേരാണ്. അപ്പോൾ പേര് ഈ യോഹന്നാൻ നിസ്സാരമല്ല കേട്ടോ.
സക്കറിയ, അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അടുത്ത വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ. ഞാൻ 2 കാര്യങ്ങൾ പറയാം, നിങ്ങൾ മടുക്കരുത്. ഞാൻ ഇപ്പോഴെങ്കിലും നിർത്തത്തില്ല. നിങ്ങൾ മടുക്കരുത്. ഇനിയിപ്പോൾ എന്നാ കോലം കാണിച്ചാലും ഞാൻ നിർത്താൻ പോകുന്നില്ല. അങ്ങനെ ഇട്ടിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. വായിക്കാത്തോടെ പോലെ ഇട്ട് തരും. കേട്ടല്ലോ? എപ്പോഴും ഒന്ന് എല്ലാം ഒന്നും പറയാൻ ഒരു സംഭവം വരുത്തില്ല. അത് വരുമ്പോൾ പറയണം. അതിന് നിങ്ങൾ എഴുന്നേറ്റ് പോയാലും ഞാൻ പറയും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? എഴുന്നേക്കണ്ടപ്പോൾ ചെറുതായിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഒന്ന് എഴുന്നേൽപ്പിക്കാവുന്ന അന്നേരം എഴുന്നേൽപ്പിച്ചോ കേട്ടോ. ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ജീവിതത്തിൽ കേട്ടെ ഒന്ന്, ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ണിലും മനുഷ്യരുടെ കണ്ണിലും വലിയവനാവും. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ആമേനും ഇപ്പോൾ വേണ്ട, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ കണ്ണിലും മനുഷ്യരുടെ കണ്ണിലും വലിപ്പം ഉണ്ടാവും. ഒന്ന്. 2, അനേകരെ ദൈവത്തിന് വേണ്ടി രക്ഷിച്ചെടുക്കാനും പറ്റും. ഈ 2 കാര്യങ്ങൾ, ഇതൊരു ഒരു സാധ്യതയായിട്ട് മനസ്സിലിട്. ഇത് 2 ഉണ്ടാവണ്ടേ മോളെ നിനക്ക്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കണ്ണിൽ ഒരു നല്ല ജീവിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പറയും. ഇന്ന് ദുഷിച്ചവരും നാളെ മാനിക്കും. മനസ്സിലായോ? അവൻ വലിയവനായിരിക്കും, വലിയവൻ. 2ാമത്തേത്, അവൻ അനേകരെ തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? നിസാരമല്ലത്. നിസാരമാണോ? വീട്ടിൽ തന്നെ എത്ര പേരുണ്ട് തിരിച്ചു കൊണ്ടുവരാൻ? ഇല്ലേ? കുടുംബത്തിൽ തന്നെ എത്രയോ പേരുണ്ട് തിരിച്ചൊന്ന് കൊണ്ടുവരാൻ? ഒരാൾ മാറിയാൽ ഒരു വീട്ടിലെ 5, 6, 7 പേര് ഹാപ്പി ആവത്തില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായി? നിസാര കാര്യമാണോ? അതായത് ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് നിസാരമല്ല. ഒരു കൂട്ടം മനുഷ്യരുടെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാവുക. ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ ഒരു സൊസൈറ്റിക്ക് അനുഗ്രഹം ഉണ്ടാവുക. ഒരു സമൂഹത്തിന് നന്മ ഉണ്ടാവുക. അവ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ പവറുള്ളവർ വേണ്ടേ? പാപത്തിലേക്ക് വലിച്ചിടാൻ എനി ഡിക്ക് ആൻഡ് ഹാരി ക്യാൻ ഡൂ ദാറ്റ്. ഏത് പങ്കനും ശുങ്കനും പൊങ്കനും അത് പറ്റും. ഏത് ഒരുത്തനെ പാപത്തിലേക്ക് വലിച്ചിടാൻ, അശ്ലീലം കാണിക്കാൻ, പോർണോഗ്രാഫി സൈറ്റുകളിലേക്ക് കൊണ്ടുവിടാൻ, പാപത്തിലേക്ക് നയിക്കാൻ, ജഡികപാപം ചെയ്യിക്കാൻ, വ്യഭിചാരം ചെയ്യിക്കാൻ, മോഷണം ചെയ്യിക്കാൻ, അഴിമതി കാണിപ്പിക്കാൻ, കള്ളു കുടിപ്പിക്കാൻ ഏതവനും പറ്റും. നന്നാക്കാൻ പറ്റുന്ന അഭിഷേകമുള്ള ഒരു സമൂഹത്തിൽ വേണം. മനസ്സിലായോ? കുഴി കിടക്കുന്നവനെ പിടിച്ചു കയറ്റാൻ പറ്റുന്ന ബലമുള്ള മനുഷ്യർ വരണം. വേണ്ടേ? വാക്ക് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവന് മാനസാന്തരം വരുന്ന തരത്തിൽ അഭിഷേകമുള്ളവർ വേണ്ടേ? അപ്പോൾ ശ്രദ്ധിച്ചേ, ആ വാക്യം കൂടെ വായിക്കാം. വലിയവനായിരിക്കും എന്നുള്ളത് വായിച്ചല്ലേ അല്ലേ? അവൻ കർത്താവിൻ്റെ സന്നിധി വലിയവനായിരിക്കും. താഴോട്ട് വരുമ്പോൾ 16, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. എന്തൊരു അനോയിൻറ്റിങ് അത്! ഒന്ന്, ദൈവത്തിൻ്റെ കണ്ണിൽ നല്ല വിലയുള്ളവനായിരിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ കണ്ണിൽ വിലയുള്ളതും വിലയില്ലാത്തതും ഉണ്ട്. ദൈവം അപ്പനാണെങ്കിലും സൃഷ്ടാവാണെങ്കിലും എല്ലാവരെയും ദൈവം ഒരുപോലല്ല കാണുന്നത്. ആണോ? മാതാവിനെ കാണുന്ന പോലാണോ അന്തോണീസിനെ കാണുന്നത്? ഇന്ന് അന്തോണീസിൻ്റെ തിരുനാളാണ്. ഇന്ന് അന്തോണീസിനെ കാണുന്ന പോലാണോ എന്നെ കാണുന്നത്? ആ വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ ഗ്ലോറിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ വലിപ്പം ഉണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം പറയും, അതായത് വലിപ്പം ഇല്ലാത്തവനാണെങ്കിൽ പറയും ആ ഗ്രേഡ് കുറഞ്ഞ മാലാകയെ അസൈൻ ചെയ്യും. വലിപ്പമുള്ളവനാണെങ്കിൽ മിഖായലിനോട് പറയും കൂടെ നിന്നോണെന്ന് പറയും. വ്യത്യാസമുണ്ട്. മനസ്സിലായോ? വി ഡി സതീശനുള്ള പ്രൊട്ടക്ഷൻ അല്ല പഞ്ചായത്ത് പ്രസിഡന്റിന്. ആണോ? പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പ്രൊട്ടക്ഷൻ അല്ല പുള്ളിയെ ജയിപ്പിച്ച മണ്ടന്മാരായ നമുക്ക്. ജയിപ്പിച്ച് കഴിഞ്ഞാണ് അബദ്ധമായി പോയെന്ന് പറഞ്ഞത്. അബദ്ധം കയ്യെ പാടുമായി, പിന്നെ ഒരു നാശത്തെ പിടിച്ച് വെക്കുകയും ചെയ്തു. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അതായത് എന്തെന്നറിയാമോ? ദൈവസന്നിധി വലിപ്പം വേണം. ഇനി ആമേൻ പറ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, ഓൺലൈനിൽ കൂടുന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ടവരെ, ഞാൻ ഉള്ളിൽ തട്ടി മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുകയാണ്,
നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വലിപ്പം ഉണ്ടാവണം. രണ്ടാമത്തേത്, സാത്താൻ നരകത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച ജീവിതങ്ങളെ അവൻ്റെ കൊട്ടാരത്തിൽ പോയി പിടിച്ചെടുക്കാൻ പറ്റുന്ന അഭിഷേകം വേണം. മനസ്സിലായി? അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്, ഈ ആത്മാവ് എൻ്റേതാണെന്ന് അവൻ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ തിരിച്ചെടുക്കാൻ ഒരു പവർ വേണം. വേണോ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കത്തില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ അവൻ ലഹരി പിടിക്കും. അവൻ്റെ ലഹരി ബോട്ടിലല്ല, സ്പിരിറ്റാണ്, ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിനുള്ള ക്ലൂ പറയാൻ പോവാണ്. ജീവിതത്തിൽ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ വലിപ്പം ഉണ്ടാവത്തില്ല, അഭിഷേകം ഉണ്ടാവത്തില്ല. എല്ലാവരും കുടിക്കുന്നു, ആ കൂട്ടത്തിൽ നീയും പോയി കുടിച്ചാൽ നിനക്ക് വലിപ്പവും ഇല്ല, പിടിച്ചെടുക്കാനും പറ്റത്തില്ല. അതിന് വില കൊടുക്കുന്നൊരു ജീവിതം വേണം. വില കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം നിയമാനുസൃതമാണ്, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് മദ്യപാനത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ വീണ്ടെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മദ്യപിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനികൾ ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ മദ്യം കയറ്റില്ല. അല്ലാതെ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഒരുമിച്ച് കുടിച്ച് പിള്ളേരെയും ഒരുമിച്ച് കുടിച്ചിട്ട് നാളെ തലമുറയിൽ മദ്യപാനികൾ ഉണ്ടാവരുത് എന്നൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. വില കൊടുക്കണം. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിച്ചായിരിക്കില്ല അവൻ ഉന്മാദത്തിലാവാൻ പോണത്. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിന് ആരാളെന്ന് അറിയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അങ്ങനെ പരിശുദ്ധാത്മാവെന്ന് അറിയുന്നതെന്നറിയാമോ? അതായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മുതൽ മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ അത് ആരംഭിക്കുന്നു. പ്രാർത്ഥിച്ചവരൊരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുന്നു. എന്നിട്ട് അവർ ശാരീരിക ധർമ്മത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി എന്നറിയുന്ന നിമിഷം മുതൽ അവർ പ്രാർത്ഥനയിലും വചനത്തിലും ജീവിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം കിട്ടിയ കുഞ്ഞുങ്ങൾ പറക്കാൻ പോണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്നവർ എത്രമാത്രം ഒരുങ്ങിയും പ്രാർത്ഥിച്ചും വേണം കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ. എത്രമാത്രം ഒരുങ്ങി. അത് ചെയ്യാതിരുന്നിട്ട്, മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജനറലൈസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു സ്ത്രീ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിലേക്ക് ഒരു ദുരാത്മാവ് പ്രവേശിച്ചത് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, എന്നോടൊരു അമ്മ പറഞ്ഞതാണ്. അവർക്കത് വിശ്വസിക്കുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ട് തന്നെ, ഞാൻ തള്ളിക്കളയുന്നുമില്ല. എന്ത് കാണണം, എന്ത് കേൾക്കണം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് എന്തൊക്കെ കയറണമെന്നൊക്കെ ഈ അമ്മയ്ക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. വീട്ടിലെ സാഹചര്യം എത്ര മോശമാണെങ്കിലും ഈ അമ്മയ്ക്ക് അഭിഷേകത്തിലും പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലത്ത് പാപത്തെ നേരിടാൻ ശക്തിയുള്ള ജീവിതങ്ങൾ വരണമെങ്കിൽ അത് 15-ലും 18-ലും 20-ാമത്തെ വയസ്സിലും തുടങ്ങിയാൽ പോരാ, ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങ്. ദൈവമേ, വിശുദ്ധരായ അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളിൽ നിന്ന് വരട്ടെ. കല്യാണത്തിൻ്റെ തലേന്ന് വരെ പാപം ചെയ്ത് നടന്നിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് വരെ 10, 15, 25 പേരോട് വ്യഭിചാരം ചെയ്തിട്ട് അശ്ലീലവും കണ്ടിട്ട് തോന്നിയാസവും കാണിച്ച് നടന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണുനീരും ചെറുക്കന്മാരുടെ കണ്ണുനീരും എല്ലാം ഉണ്ടാക്കിയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് പോയി വിവാഹ ഒരുക്ക സെമിനാറും കൂടി കുമ്പസാരിച്ച് കുടുംബജീവിതത്തിലേക്ക് കയറിയാൽ വിശുദ്ധരായ മക്കളുണ്ടാവുമെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ DNA ആണ് പിള്ളേരിലേക്ക് പോണേ. നമ്മുടെ DNA-ക്കകത്ത് കിടക്കുന്ന മുഴുവൻ എന്താ? തോന്നിയാസവും അശുദ്ധിയും കള്ളുകുടിയും വ്യഭിചാരവും പോർണോഗ്രഫിയും മുഴുവൻ കിടന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് കുമ്പസാര കൂട്ടി വെച്ച് അത് മാറില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ ഏറ്റെടുക്കുക, ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക. ഇന്നലെ വരെയുള്ള ജീവിതം എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഏറ്റെടുക്കത്. ഇന്ന് എൻ്റെ ദൈവമേ, ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പോവാണ്. അഭിഷേകമുള്ള കുഞ്ഞുങ്ങളുണ്ടാവാൻ, കൃപയുള്ള മക്കളുണ്ടാവാൻ, ദൈവസ്നേഹമുള്ള മക്കളുണ്ടാവാൻ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ.
അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അടുത്ത വാക്യം, ഇസ്രായേലിൽ അനേകം പേരെ അവൻ അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും തയ്യാറാക്കപ്പെട്ട ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ. ശ്രദ്ധിക്കുക, ഇത് പ്രവചനമാണ്. മലാക്കി 3:1. മലാക്കി 3:1 പ്രവചനം. മലാക്കി 3:1 വായിക്കാം. ഇതാ, ഉറക്കെ വായിച്ചോ. എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. മതി. എന്താണ്? കർത്താവ് തൻ്റെ ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഇനി 4-ാം അധ്യായത്തിൻ്റെ 5-6. മലാക്കി 4 വാക്യം 5-6 ഉറക്കെ വായിക്കാം. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ക്രിസ്തുവിന് വേണ്ടി ഏത് ജീവിതത്തെയും ഒരുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഏലിയ. ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറക്കാൻ ഒരു ജീവിതത്തെ നീ ഒരുക്കിയാൽ നിനക്കിടാവുന്ന പേരാണ് ഏലിയ. ദൈവം തൻ്റെ ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഒരിക്കൽ കൂടി അയക്കും. ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. എന്തൊരു വലിയ ഭാഗ്യം അത്! എന്താ കർത്താവിൻ്റെ മുമ്പേ പോകുന്നത്? ഒരു ജീവിതത്തിലേക്ക് യേശു വരുന്നതിന് മുമ്പ് നീ പോയാൽ നിന്നെ ദൈവം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്നാ യോഹന്നാനെ വിളിക്കുന്നത്. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം. ഇവിടെയാണ് സംഭവം ഫൗളായത്. ഇത്ര നേരം ഓക്കെ ആയിരുന്നില്ല. അപ്പച്ചന് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലത്. അപ്പച്ചൻ എങ്ങനെ ആലോചിച്ചിട്ടും സംഭവം ശരിയാവുന്നില്ല. എങ്ങനെ പറ്റും? എങ്ങനെ? ഗൈനക്കോളജി ഡോക്ടറിൻ്റെ റിപ്പോർട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. നടക്കത്തില്ല. എങ്ങനെ പറ്റും? ഇതേ ചോദ്യം കുറച്ച് കഴിഞ്ഞ് വേറൊരു കൊച്ചു ചോദിക്കും. 10-14 വയസ്സുള്ളൊരു പെണ്ണ് ചോദിക്കുമ്പോൾ പറയും ദൂതൻ വഴക്കൊന്നും പറയത്തില്ല. അപ്പച്ചൻ ചോദിച്ചപ്പോൾ എങ്ങനെ ധൈര്യം വന്നടാ, എങ്ങനെ ധൈര്യം വന്നടാ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാൻ പോവാണ്. എന്താ കാര്യം? പുരോഹിതനാണ്, ദൈവത്തിനു മുമ്പിൽ നിൽക്കുകയാണ്. മുമ്പ് അബ്രഹാമിൻ്റെയും മനോവായുടെയും റാഹേലിൻ്റെയും ഒക്കെ ജീവിതത്തിൽ നടന്നത് വായിച്ചിട്ടുള്ള പുരോഹിതനാണ്. അങ്ങേര് സംശയിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ അറിയും? ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ആരാടാ? നീ ആരാടാ ഇമ്മണ്ടോണ്ടി? നീ പുകയാന്ന് വിചാരിച്ചാണ്? ഞാൻ പുകയാന്നാന്ന് വിചാരിച്ചത്? നീ പുകയ്ക്കകത്ത് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ഞാൻ പുകയാന്ന് വിചാരിച്ചോ? ദൂതൻ വഴക്ക് പറയാണ്. ആരെ? എന്നാലും ചോദിക്കും, മാലാക വന്നിട്ട് നമ്മളെ വഴക്ക് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? മനുഷ്യർ വഴക്കെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. മാലാക വന്നിട്ട് വഴക്ക് പറയുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. നിന്നോട് സംസാരിക്കാനും എടാ സന്തോഷകരമായ ഈ കാര്യം നിന്നോട് പറയാനും ഞാൻ വരുമ്പോൾ ഇങ്ങനാണോടാ മറുപടി പറയേണ്ടത്? നിന്നോട് സന്തോഷകരമായി വാർത്ത അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം ഏറ്റെടുക്കാത്തത് കൊണ്ട് നീ മൂകനായിരിക്കും. ഇത് സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ഗോദറേജിൻ്റെ ഒരു താഴെടുത്ത് ദൂതൻ ഒരു പൂട്ടി താക്കോലും കൊണ്ട് പോയി. പുള്ളി ഇങ്ങനെ താഴും തൂക്കി വരിക, ഒന്നും മിണ്ടാൻ വയ്യ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിശ്വസിക്കാതിരുന്നാൽ ദൈവപ്രവൃത്തി കാണാനോ പറയാനോ ആവാത്ത വിധം നരസിംഹറാവുവിനെ പോലെ ആയിപ്പോവും.
മനസ്സിലാവുന്നുണ്ടോ? ഒരക്ഷരം എന്നാ ചോദിച്ചാലും ഒന്നും മിണ്ടത്തില്ല. ജനം സക്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി 3 മിനിറ്റ് കൊണ്ട് ധൂപം വെച്ചിട്ട് വരാവുന്നേ ഉള്ളൂ. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായിക്ക് കഴിഞ്ഞില്ല. ഇവനില്ലാത്ത ആത്മീയ ജ്ഞാനം ജനത്തിനുണ്ട്. അവരെന്താ പറഞ്ഞേ? അവന് ദേവാലയത്തിൽ വെച്ച് എന്തോ ദർശനമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും മനസ്സിലായി. അവർക്ക് ഒന്നും മനസ്സിലായില്ല. ഇവൻ എന്തോ അവർ പരസ്പരം പറഞ്ഞു, ഒന്നും പറയണ്ട, ഓട്ടോറിക്ഷ വിളിക്ക്, ഊബർ വിളിക്ക്, വീട്ടിൽ കൊണ്ടാക്കാം. എന്താ കാര്യം? ഇവനെന്തോ ദർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പിടിച്ച് വണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതായത് ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ നടക്കുമ്പോൾ കൊട്ടിഘോഷിക്കരുത്. ആദ്യം മിണ്ടാതിരുന്നോണം. ഗർഭധാരണം ഉൾപ്പെടെ അതൊരു ഒരു ആത്മീയ പുരോഹിതൻ ഒരു പുരോഹിതൻ ഒരു ആത്മീയ ജ്ഞാനം പറഞ്ഞു തരാമെന്ന് കൂട്ടിയാണ്. മനസ്സിലായോ? അതായത് ദൈവപ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ജന്മമൊക്കെ ദൈവപ്രവൃത്തിയാണ്. ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, അല്ലാതെ ഉള്ള മേളമെല്ലാം തന്നെ കാണിക്കാൻ പോവല്ലെന്ന് പ്രാർത്ഥിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുമൊക്കെ ഇവൾ 5 മാസം മിണ്ടാതിരുന്നു. അതാണ് ഒരു പക്വത. അത് ഏത് കാര്യവും, കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത്. ഒരുപാട് പേരിന്ന് കാണിക്കുന്ന ആത്മീയ അബദ്ധങ്ങളിലൊന്ന് അതാണ്. എന്തെന്നറിയാം, എന്നാ ഉണ്ടെങ്കിലും എടുത്ത് ഫേസ്ബുക്കിലിടും. ഇൻ ഓസ്ട്രേലിയ, ഇൻ അയർലൻഡ്, മനുഷ്യനിതൊക്കെ കണ്ടിട്ട് സന്തോഷമാണെന്നാണ് അതിൻ്റെ വിചാരം. ഈ ലോകത്ത് വർക്ക് ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജീവൻ എടുക്കാൻ വരെ സാധിക്കുന്ന പവറുള്ളൊരു അരൂപിയാണ് അസൂയയുടെ അരൂപി. നിന്റെ നേട്ടങ്ങളൊക്കെ നിന്റെ നേട്ടം മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ നേട്ടമല്ല. അത് കാണിച്ച് ബാക്കിയുള്ളവന് അസൂയ ഉണ്ടാക്കിയിട്ട് നീ തന്നെ നാശം വരുത്തി വെക്കരുത്. ഉള്ള കാര്യങ്ങളെല്ലാം നടന്ന് എല്ലാവരോടും പറഞ്ഞു, അതാണോ ഇതാണോ, അങ്ങനെ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അവിടെ പോയി ഇവിടെ പോയി, പിന്നെ ലോകത്തുള്ള എല്ലാ യാത്രയുടെയും പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ സത്യസന്ധമായിട്ട്, നിങ്ങൾ എന്നെ എങ്ങനെ വേണേലും എന്ത് തെറി വേണേലും വിളിച്ചോ, എനിക്കത് കാണുമ്പോൾ തോന്നുന്നു ഒരു തുപ്പ് തുപ്പാനാ. അത് നീ അവിടെ പോയെങ്കിൽ നീയല്ലേ പോയത്, എന്നെ കാണിക്കുന്ന ഇതിന്. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ തരികയാണ്. നമുക്ക് ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇതാണ് അവരുടെ വിചാരം. ആർക്കാണ് ഇതൊക്കെ കാണാൻ നേരം? അതൊക്കെ നിന്റെ സന്തോഷങ്ങളാണ്. അത് നീയും നിൻ്റെ ഭാര്യയും മക്കളും നിൻ്റെ കുടുംബക്കാരും കൂടെ സന്തോഷിച്ചു. നിൻ്റെ സന്തോഷം മാത്രമാണ്, നാട്ടുകാരുടെ സന്തോഷമല്ല. നീ 5 കോടിയുടെ വീട് വെച്ചാൽ അത് നിൻ്റെ സന്തോഷമാണ്, വേറെ ആർക്കും ഇവിടെ സന്തോഷമൊന്നുമില്ല. ഞാൻ മനുഷ്യൻ്റെ നിലപാട് പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് സന്തോഷം ഇല്ലെന്നല്ല ഞാൻ പറയണേ. എനിക്ക് നിങ്ങൾ നന്നാവുന്നേ സന്തോഷമുള്ളൂ. ഞാൻ മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. അവനുണ്ടാവും പോകുന്നത് എന്നാണെന്നറിയോ? അവന് കള്ളപ്പണമായിരിക്കും, അല്ല അവനെങ്ങനെ കൊള്ളക്കാരായിരിക്കും. ഒരു കുടുംബക്കാരായിട്ട് കൊള്ളക്കാരാണ്. വലിയപ്പം മൂത്ത കൊള്ളക്കാരനായിരുന്നു അയാൾ. മറ്റേ ചമ്പൽക്കാട്ടിൽ എല്ലാ പുള്ളിക്കാരോട് കൂടെ ആയിരുന്നു. ആരായിരുന്നു? പൂലൻ ദേവിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഇവരുടെ വല്യപ്പൻ. ഇങ്ങനൊക്കെ പറയും ആളുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ. ബാബിലോൺ രാജാവിൻ്റെ സൈന്യത്തെ വിളിച്ച് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് കൊട്ടാരവും ദേവാലയവും അതിനകത്തുള്ള എല്ലാ സാധനവും കാണിച്ചു കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞ് അവൻ വന്ന് ഇവന്മാരെ കൊണ്ടുപോയി. അതാ പ്രശ്നം. മനസ്സിലായോ? അങ്ങനെ ഒരു സ്പിരിറ്റുണ്ട്. ഈ സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. സ്പിരിറ്റുണ്ട്.
സ്പിരിറ്റ് ഓഫ് ജസബലും സ്പിരിറ്റ് ഓഫ് ജലസിയും രണ്ടും ഒരുമിച്ച് തോളെ കേട്ട് നടന്ന കൂട്ടുകാരാണ്. രണ്ടും ഒരുമിച്ച് സ്കൂളിൽ പോണേ. ജസബലും അസൂയയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറ ഹല്ലേലൂയാ. ശ്രദ്ധിക്കണം ഇതൊക്കെ. മിണ്ടാതെ. അമ്മച്ചിക്ക് മനസ്സിലായി സംഭവം റെഡി ആയിട്ടുണ്ട്. പള്ളിയിലെങ്ങും കാണുന്നില്ലല്ലോ. വയ്യായിരുന്നു മോനെ, അത്രേ ഉള്ളൂ. അല്ല എന്നാ പറ്റി? അല്ല വയ്യായിരുന്നു. നുണയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ തൊഴിലുറപ്പിനൊന്നും പോകണില്ല. പിന്നെ മറ്റേ ഒരു നമ്മളെ ഒന്നിനും പോകുന്നില്ല. എല്ലാം ഇങ്ങനെ വീട്ടിലാണ്. എന്നാ ഉണ്ട്? ഒന്നുമില്ല മോനെ, ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചൊക്കെ ഇങ്ങനെ പോണു. ഇത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാം കൊട്ടി ഘോഷിക്കാനൊന്നും പോയില്ല. കേട്ടോ? 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് ഇത് ചെയ്ത് തന്നു. മതി.